എല്ലാവർക്കും ഒരു അകൽച്ച, എല്ലാവർക്കും വലിയ എന്തോ ചെയ്തിട്ടാണെന്നറിയാം. റീസൺ അവൾ വരുന്ന കുറച്ച് നാൾ മുമ്പ്, നമ്മൾ അവിടെ താമസിക്കുന്നതിന് ഒരു മാസം മുമ്പ് വരെ പ്രഗ്നൻ്റ് ആയിരുന്നു. ഇതിൽ അവനവൻ അധ്വാനിച്ചിട്ടാണ് അവനവന് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ മുത്തുമണി ചിലരൊക്കെ വീഴും. വേണ്ട, എനിക്കിപ്പോ വിഷമം വരും അവളെ കാര്യം പറയുമ്പോൾ. രണ്ടുപേരുടെയും വലത്തെ കാലിലാണ് ഓട്ടോ വന്ന് ഇടിക്കുന്നത്. ആ ഉറക്കം കിട്ടാത്തയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെളുപ്പാങ്കാലം 3 മണിക്ക് എണ്ണിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചാനൽ. അപ്പൊ ഇന്ന് നിങ്ങളെ കുറെ ക്വസ്റ്റ്യനുള്ള ആൻസറുമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഞാൻ ഒരാഴ്ചയായിട്ട് സത്യം പറഞ്ഞാൽ ചെയ്യണമെന്ന് വിചാരിക്കട്ടോ, സമയം കിട്ടുന്നില്ല. അല്ല, ഞാൻ വായിച്ച്. പിന്നെ പൊന്നൂസും മോനുകുട്ടനും വെക്കേഷൻ അല്ലേ, അപ്പൊ കുഞ്ഞുങ്ങൾ കൊണ്ട്, അതുകൊണ്ട് എനിക്ക് സമയം തികയുന്നില്ല ഒന്ന് ഇവിടെ ഇരുന്നൊന്ന് പറയാനായിട്ട്. പിന്നെ സ്കൂള് തുറന്ന ദിവസമല്ലേ, അപ്പം ജോലിയൊക്കെ ഒതുക്കി ഞങ്ങൾ ഇരിക്കുന്ന വെച്ചാൽ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് ഒരുങ്ങിയിരിക്കാം കേട്ടോ. ഇനി ഇത് ക്യൂആർ എടുത്ത് വെച്ചിട്ടാണ് കല്യാണത്തിന് പോകാൻ പോകുന്നത്. അപ്പൊ മുത്തുമണി, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. അർപ്പിത ആൻഡ് ആരാധ്യ ഒരു ഹായ് പറയണേ ചേച്ചിന്ന്. അർപ്പിത കുട്ടി ഹായ്, ആരാധ്യ കുട്ടി ഹായ്. പിന്നെ മിക്ക ഒരു ഹായ് തരും. ഹായ് മുത്തേ, ഇതിപ്പോ നമുക്ക് ലൈവ് ആയി കേട്ടോ. ടോട്ടൽ വീട് പണിയുടെ ബഡ്ജറ്റ് എത്രയാണ്? നാക്കൊടക്കി പറഞ്ഞ മുത്തേ. ഏകദേശം ഒരു 60 രൂപയായി. എനിക്ക് നെറ്റ് കിട്ടുന്നില്ല കേട്ടോ, കിട്ടി. പിന്നെ അടുത്ത ഒരു നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഏതൊക്കെയാണെന്ന്. സ്ട്രഗിൾ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഈ കാണുന്ന ഞങ്ങളുടെ ഈ അടിച്ചുപൊളി ലൈഫൊന്നും പണ്ടില്ലായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞുള്ള കാര്യം പറയുവാണെങ്കിൽ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഏറ്റവും വിഷമിച്ചതും എല്ലാം കൊണ്ടും, സാധാരണ എല്ലാ ആൾക്കാരും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു 6 മാസമൊക്കെയാണ് ഹണിമൂൺ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചത്. അതിനുള്ള സമയം കിട്ടിയില്ല. പിന്നെ പൊന്നൂസ് പെട്ടെന്ന് അടുത്ത മാസം പൊന്നൂസ് പ്രഗ്നന്റ് ആയി. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് കാറും ഇല്ല. ഞാൻ ജോലി ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്കൊരു പ്ലഷർ സ്കൂട്ടി ഉണ്ട്, അതിനകത്താണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അണ്ണൻ സൗദിയിൽ പോവും. പിന്നെ 2 മാസം അല്ലെങ്കിൽ 4 മാസം ലീവിനൊക്കെ വരും. ആ സമയങ്ങളിൽ ഞങ്ങൾ അത്രയും നാളെ സ്വരുക്കൂട്ടിയ ബാലൻസ് പൈസയൊക്കെ അക്കൗണ്ടിൽ ഇങ്ങനെ ഇട്ട് സ്വരുക്കൂട്ടി വെച്ചിട്ട് ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെയൊക്കെ ടൂർ പോകുമായിരുന്നില്ലേ അണ്ണൻ? അതൊക്കെയായിരുന്നു ചെറിയ ചെറിയ സന്തോഷങ്ങൾ. പിന്നെയാണ് ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള ലൈഫ്, നല്ലൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ അണ്ണൻ സൗദി അറേബ്യയിൽ പോകുന്നു. ഇപ്പം ഈ 3 വർഷമാണ് പുള്ളി ഇവിടെ ഉള്ളത്. അതിനുമുമ്പുള്ള 10 വർഷം പ്രവാസിയായിരുന്നു. അപ്പോൾ ആ ഒരു 10 വർഷത്തെ ഞങ്ങളുടെ സമ്പാദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങോട്ടുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ പൊന്നൂസ് വന്നതിന് ശേഷമുള്ള ലൈഫാണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ലൈഫ്. അതിന് മുമ്പുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിലെ പോലും മൊത്തം ഒരു സന്തോഷം വന്നാൽ അപ്പുറത്ത് ഒരു സങ്കടമെന്ന് പറയും. അങ്ങനെയുള്ളൊരു ലൈഫായിരുന്നു എൻ്റെ എന്ന് വെച്ചാൽ. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഭയങ്കര പഠിച്ചവനെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ വിഷമിക്കുമായിരുന്നു. പിന്നെ എൻ്റെ വിഷമം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ബാധ്യതകളും പ്രശ്നവും, നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ നമ്മൾ വിഷമിക്കും. പക്ഷെ അവരത് അറിയത്തില്ല. ഇപ്പോൾ ഒരു മാസം ഒരു ലോൺ അടവ് ഒക്കെ വരുമ്പോൾ അവരെക്കാളും ടെൻഷനും കാര്യവും വിഷമവും ഒക്കെ ആയിരിക്കും എനിക്ക്. അങ്ങനെ ഒത്തിരി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഞങ്ങൾ മാത്രമുള്ള ഒരു ലൈഫാണ് അല്ലേ അണ്ണേ? ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ സന്തോഷമായ നിമിഷം മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നുള്ളൂ. വിഷമം ഞങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞു തീർക്കുകയും പൊന്നൂസും മോണ്ടനുമായിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് പോവാണെങ്കിൽ അങ്ങനെ ആ ഒരു വിഷമത്തെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരുപാടുണ്ട്. പക്ഷേ നമ്മുടെ സന്തോഷങ്ങൾ മാത്രമാണ് നമ്മൾ ജീവിതത്തിലുള്ള വിഷമങ്ങൾ എല്ലാം ഞങ്ങൾക്കും ഉണ്ട്. സത്യം പറഞ്ഞാൽ വിചാരിക്കുന്ന പോലെ 24 മണിക്കൂർ ഹാപ്പി ആയിട്ടിരിക്കുക. സ്ട്രഗിൾ ചെയ്ത നിമിഷം ഒന്നായിട്ട് പറയാൻ പറ്റത്തില്ല, ഒരുപാടുണ്ട് മുത്തുമണീസ്. പിന്നെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ലൈഫിൽ സന്തോഷമായ സിറ്റുവേഷൻ. ഇപ്പം ലൈഫിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു. വിഷമവും കാര്യമൊക്കെ ആയിരുന്നു. വലിയ കല്യാണമായിരുന്നു, പക്ഷേ വിഷമങ്ങളുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, പൊന്നൂസ് വന്നപ്പം ഒരു സന്തോഷമായിരുന്നു ഭയങ്കര. മൂന്നുകുട്ടൻ വന്നപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പറഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നിയത് മക്കൾ വന്നപ്പോഴാണ്. പിന്നെ വീട് ഇപ്പം പാല് കാച്ചിയപ്പം, ഞങ്ങൾ വസ്തു വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അല്ല, ഞാൻ മേളീന്ന് താഴോട്ടാ. അണ്ണൻ ഇങ്ങനല്ലേ? ഇങ്ങനെ.
പൊന്നൂസ് അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് ആൾട്ടോ 800 ആണ് വണ്ടി എടുക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ഞങ്ങൾ അധ്വാനിച്ച് സ്വന്തമായിട്ട് മേടിക്കുന്ന ഒരു സംഭവം അതായിരുന്നു. അന്ന് ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചില്ലേ അണ്ണേ. 6 വർഷത്തോളം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര വിഷമമായിരുന്നു കൊടുത്ത. ഈ അണ്ണൻ കുറെ നാൾ പറഞ്ഞു നമുക്ക് പോയി ആരാ വാങ്ങിച്ചത് കൊണ്ടുപോയതെന്ന് നമുക്ക് അവരുടെ വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, പൊന്നൂസിനെ മോണ്ടനെ പേരൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, പോയത് ഇനി ഇത് നമ്മൾ പോയി കണ്ടാലും നമുക്ക് വിഷമമായിരിക്കും, വേണ്ട. ഇപ്പം എൻ്റെ സ്കൂട്ടിയൊക്കെ ആണെങ്കിൽ അത്ത എടുത്ത് തന്നെയാണ് നമുക്ക് പഠിക്കാൻ പോകാനും ജോലി ചെയ്യാൻ പോകാനൊക്കെ അവരാണ് CC അടയ്ക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മുടെ വണ്ടി, പക്ഷെ എങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് പൈസ മുടക്കി എടുക്കുന്നത് ഭയങ്കര ഒരു വേറെയാണ്, നമ്മുടെ മക്കളെ പോലെയാണ്. രണ്ടാമതാണ് നമ്മളിപ്പം നമ്മുടെ ഈ കാർ വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ ഏറ്റവും സന്തോഷിച്ചത് ആ 2 നിമിഷം ഉണ്ടായിരുന്നു. പിന്നെ വസ്തു വാങ്ങിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം പാലുകാച്ചിൻ്റെ വീഡിയോ കണ്ടില്ലേ, അതിലും ഭയങ്കര സന്തോഷമായിരുന്നു. ഇതുവരെ പടച്ചവന്റെ വിധിയാ, പടച്ചവൻ ഇതുവരെ അനുഗ്രഹമായിട്ട് എല്ലാം തന്ന അൽഹംദുലില്ലാ. സന്തോഷമായ നിമിഷങ്ങൾ ഈ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞുള്ള ലൈഫിലെ ഈ 4 സംഭവങ്ങൾ ഭയങ്കര ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളായിരുന്നു. ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ തന്നു. ഏറ്റവും വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ വീട് പൂർത്തീകരിക്കാൻ പറ്റിയത്. അതിന് പടച്ചവനോട് ഞങ്ങൾ നന്ദി പറയുന്നു. യൂട്യൂബിൽ അൽഹംദുലില്ലാ യൂട്യൂബിൽ വരാൻ മോട്ടിവേഷൻ ചെയ്തത് ആരാണ്? ഞാൻ തന്നെ. എനിക്ക് തന്നെ തോന്നിയതാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തത് ടിക്ടോക്കിൽ ഇട്ടപ്പം കുറെ പേര് ഇങ്ങനെ പറഞ്ഞു, പിന്നെ സാലിയെ നന്നായി, ഞാൻ പറഞ്ഞു കൊടുത്തപ്പം നന്നായി സംസാരിക്കുന്നുണ്ട്, ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങിയാലോ. അങ്ങനെ ഞാൻ ഈ അണ്ണനോട്, അണ്ണൻ സൗദിയിലാണ്, പിന്നെ എൻ്റെ അത്ത ഉണ്ടായിരുന്നു, അത്തായോട് ചോദിച്ചു തുടങ്ങും മക്കളെ. അങ്ങനെ തുടങ്ങിയതാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ. ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങി, പിന്നെ അതിനുശേഷം യൂട്യൂബ് തുടങ്ങി. അതെ, നമ്മുടെ യൂട്യൂബ് ചാനൽ ക്ലിക്കായിട്ട് എത്ര വർഷമായി കാണുന്നത്? ഞങ്ങൾ 2020 കൊറോണ സമയം, ആ സമയം ജനുവരിയിലാണ് തുടങ്ങിയത്. അന്ന് ഞങ്ങൾ തൂക്കവാലമൊക്കെ കാണിച്ചൊരു വീഡിയോ ചെയ്ത്, പിന്നീട് ഒരു 2-3 വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് നാൾ വീഡിയോ ഇട്ടില്ല. പിന്നീട് ഞങ്ങൾ ക്ലിക്കായത് ഞാൻ വന്നതിന് ശേഷം, അതായത് 2022 ഒക്ടോബർ 12-ാം തീയതിയാണ് ഞാൻ വരുന്നത്. അതിനുശേഷം പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങി, കുറേശ്ശെ ഇങ്ങനെ ക്ലിക്കായി വന്നു. അതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ഞാൻ ഉറക്കെ സംസാരിക്കുന്ന മുത്തുമണി, എനിക്ക് തൊണ്ട ഭയങ്കര വേദന കേട്ടോ, അപ്പോൾ ശബ്ദമില്ല, ഞാൻ സ്ട്രെയിൻ ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ചൂടുവെള്ളമൊക്കെ കുടിച്ച് വരണം. അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ എത്ര തൊണ്ടവേദനയായാലും പോയി തണുത്ത വെള്ളം എടുത്ത് കുടിക്കും, അതാണ് പ്രശ്നം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാൻ മുത്തുമണി. ഹസ്ബൻഡിന് എന്താണ് ജോബ്? അത് ഞാൻ തന്നെ പറഞ്ഞാൽ മതിയോ? നമ്മൾ ഒരുപാട് വട്ടം വീഡിയോ തന്നെ വന്ന് പറയുന്നുണ്ട്, പക്ഷേ ചില ഈ വ്ളോഗ് കാണുന്ന ആൾക്കാർ ചിലവർ ഷോർട്ടേ കാണാറുള്ളൂ, പക്ഷേ വ്ളോഗ് കാണുന്നവരൊന്നും ചിലവരൊന്നും കാണാറില്ല. അപ്പോൾ മിക്കവരും വന്ന് ചോദിക്കാറുള്ളതാണ്. ഞാൻ വന്ന ആ സമയത്ത് തന്നെ എൻ്റെ കയ്യിലൊരു പിക്കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ മലക്കറി തമിഴ്നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഹോൾസെയിൽ കടകളിൽ കൊണ്ട് ഇറക്കി കൊടുപ്പായിരുന്നു ജോലി. കുറച്ച് നാൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയി. പിന്നെ തടിയുടെ പരിപാടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് പല പല ബിസിനസ് തോന്നുമല്ലോ. അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ വെളിയിൽ വിടാത്തതെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞ് തന്നെ പല ആൾക്കാരും അതിൽ നിന്ന് ഒരുപാട് കിട്ടുന്നുണ്ടോ എന്നുള്ള ടെൻഷനില്ല. അതിൻ്റെ കൂടെ വേറെയും സമ്പാദിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പം പിന്നെ ആൾക്കാർക്ക് ആദ്യം ഇറണ്ടെന്നും പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കുന്നത്. പിന്നെ 2-3 മാസമായിട്ട് വീട് പണിയും തിരക്കൊക്കെ ആയതുകൊണ്ട് ഇപ്പം വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാ അത് കണ്ടിന്യൂ ചെയ്യണം. നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ആരെ ബോധിപ്പിക്കാനാ? എൻ്റെ പെൺപിള്ളെ ബോധിപ്പിച്ച പോരെ. ഫാൻ ഇട്ടേക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? സൗണ്ടിൻ്റെയോ? നമ്മൾ നോക്കാം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ മുത്തുമണി, എത്ര വയസ്സായി ഇത്താക്ക് എത്ര വയസ്സായിട്ടാണ് മാരേജ്? എനിക്ക് എത്ര വയസ്സായി എന്നാണോ മാരേജ്? അത് ഒരുമിച്ച് എഴുതിയേക്കുന്നത് കേട്ടോ. എനിക്ക് ഇനിയിപ്പം എത്ര അതെനിക്കറിയത്തില്ല. 31 വയസ്സായി മുത്തുമണി. മാരേജ് ഏത് വർഷത്തിലായിരുന്നു? മാരേജ് 2015 25 പറയാൻ വരുമോ? 2015 ഏപ്രിൽ 26 ആണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. 10 വർഷം ആവുന്നു ഇതിനെ സഹിക്കാൻ തുടങ്ങിയിട്ട്. മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പൊന്നൂസ് 4-ലും മോനുകുട്ടൻ 2-ലും. വീട് പണിയുടെ ബഡ്ജറ്റ് എത്രയാണ്? സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന്? സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ മേളിലുണ്ട്, 2000 ചില്ലറ. പിന്നെ ബഡ്ജറ്റ് നമ്മൾ പറഞ്ഞല്ലോ.
യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം എത്രയാണ് ഇത്താ? അതൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതനുസരിച്ച് കിട്ടും. അതിപ്പോ എൻ്റെ പൊന്നും മുത്തുമണി, നിങ്ങൾ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ എനിക്ക് നല്ല റവന്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പൊ തന്നെ പല ആൾക്കാർക്കും ഞാനിങ്ങനെ യൂട്യൂബിൽ അറിയേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വന്തമായാലും ബന്ധമായാലും നേരത്തെയൊക്കെ നല്ല കണ്ട വലിയ കോളൊക്കെ ആൾക്കാർ ഇപ്പം യൂട്യൂബിൽ നിന്ന് എനിക്ക് പൈസ ഉണ്ട്, ഞങ്ങൾ വലിയ പണക്കാരായി എന്നൊക്കെയുള്ള മൈൻഡിൽ ഭയങ്കര കുശുമ്പു കുന്നായ്മ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ എന്തിനാ ഒരാളുടെ മരണത്തിനിടയാക്കുന്നത്? അതുകൊണ്ട് വേണ്ട. ഞങ്ങൾ ചില സമയം ഞങ്ങൾ ആലോചിക്കും, ഒന്നുമില്ലാതെ കിടന്നാൽ എല്ലാവരും കാണും. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരകൽച്ച, എല്ലാവർക്കും വലിയ എന്തോ ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല, അവനവൻ അധ്വാനിച്ചിട്ടാണ് അവനവന് പൈസ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കിടന്ന് വാഗീറി പറഞ്ഞിട്ടും ഇതിപ്പോ യൂട്യൂബ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചുമ്മാ പൈസ എടുത്തൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ മക്കൾക്കായാലും ആഹാരം കൊടുത്ത് ഒരിടത്ത് ഇരുത്തിയിട്ട് എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് ഞാനാണ്. എനിക്ക് പ്രത്യേകിച്ച് ആരുമില്ല ചെയ്തു തരാൻ. എൻ്റെ വീട്ടിൽ രാവിലെ ഇപ്പം തന്നെ എഴുന്നേറ്റ് പൊന്നിസ് മോണ്ടനും പോയതിന് ശേഷം തൂത്ത് തുടച്ച് എല്ലാം ചെയ്ത് പാത്രമൊക്കെ കഴുകി വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് കുളിച്ച് ഒരുങ്ങി വരുന്ന വീഡിയോ ചെയ്യുന്നത്. ഇനി ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ മക്കൾക്ക് ചോറോ എന്തെങ്കിലും കൊടുത്ത് ഇവിടെ TV എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് റൂമിൽ കയറി നിന്നിട്ട് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു വീഡിയോയ്ക്ക് ഒരു പേയ്മെൻറ്റ് മേടിക്കുന്നത്. ഇപ്പോൾ ഒരു പർപ്പിളിലൊരു വീഡിയോ ചെയ്താൽ എത്ര വട്ടം നമ്മളെ കൊണ്ട് തിരുത്തിക്കും. ചിലപ്പോൾ ഒരുങ്ങി വീഡിയോ ചെയ്താൽ ഒരുങ്ങിയത് ഇന്ന ഭാഗത്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ രണ്ടാമത് ഒരുങ്ങേണ്ടി വരും, ചിലപ്പോൾ മൂന്നാമത് ഒരുങ്ങേണ്ടി വരും. അപ്പോൾ എത്രത്തോളം ഒരാൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പേയ്മെൻറ്റ് മേടിക്കുന്നതെന്ന് ഈ ചിലവർക്ക് അറിയത്തില്ല, ഇതിനെക്കുറിച്ച് എന്തോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവരായിരിക്കും ചുമ്മാ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമ്മളങ്ങ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ അങ്ങ് അത്രത്തോളം ഞാൻ ചിലപ്പം ഒരു വീഡിയോ 7-8 ഒക്കെ വട്ടം തിരുത്താണ്ട് വരും. അപ്പോൾ ഈ അണ്ണൻ പറയും മതി കാള, അവരുടെ പൈസ വേണ്ട, കാള വേണ്ട എന്ന് പറയും. അപ്പോൾ പോലും ഞാൻ തയ്യാറാണ്. എനിക്ക് ഞാൻ അത്രയും 6 വട്ടം തിരുത്തി. അപ്പോൾ എനിക്ക് 7ാമതും തിരുത്തണം. കാരണം ഞാൻ അത്രയും ബുദ്ധിമുട്ടി ആ വീഡിയോ ചെയ്തിട്ട് അത് എങ്ങനെ എനിക്ക് വെറുതെ കളയാൻ പറ്റൂല. ഞാൻ ബുദ്ധിമുട്ടാൻ റെഡിയാണ്, ഞാനത് ചെയ്യാൻ റെഡിയാണ്. അത്രയും ഞാൻ എഫേർട്ട് ചെയ്തിട്ടാണ് നമ്മളൊരു പേയ്മെൻറ്റ് മേടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ കിട്ടൂല. ഞാനിപ്പോൾ ഒരു നൈറ്റ് ഇട്ട് ഉദാഹരണം പറയാൻ മുത്തുമണീസ്, എൻ്റെ വീട്ടിൽ എനിക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒതുക്കി എനിക്ക് പെട്ടെന്ന് 1/2 മണിക്കൂറുണ്ടാവും. പക്ഷെ ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ എനിക്ക് സ്റ്റാൻഡിൽ വെച്ച് ഓരോ പൊസിഷനിൽ വീഡിയോ വെച്ച് ഞാൻ ഒരുങ്ങി വേണം, എനിക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വേണം ചെയ്യാം. അപ്പോൾ എനിക്ക് അതിൻ്റേതായ താമസങ്ങൾ വരും. ഒരു 1/2 മണിക്കൂർ ചെയ്യേണ്ട ഒരു കുക്കിംഗ് എനിക്ക് ചിലപ്പോൾ 1.5 മണിക്കൂർ എടുക്കേണ്ടി വരും. അപ്പോൾ അത്രത്തോളം ഒരു മനുഷ്യൻ പാടുപെട്ടിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നതും ഞാൻ പേയ്മെൻറ്റ് മേടിക്കുന്നതും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. പടച്ചോനറിയാം ഞാൻ എന്തുപോലും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോയ്ക്ക് പേയ്മെൻറ്റ് മേടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ പൈസയ്ക്കൊരു ബഹുമാനമുണ്ട്, എനിക്ക് ആ പ്രതിഫലം കിട്ടുന്നതുകൊണ്ട് അതിനൊരു അർത്ഥമുണ്ട്. ഈ കാണുന്നവർ ഈ പറയുന്ന പോലെ വെറുതെ കിട്ടുന്ന ഒരു സാധനമല്ല. അവർ വെറുതെ ഇരുന്നാലും ഇത് കിട്ടത്തില്ല, അവർ കഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ കിട്ടും. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വീഡിയോ ചെയ്യും, നിങ്ങൾ കഷ്ടപ്പെട്, പൈസ കിട്ടും. അപ്പം അത് കഷ്ടപ്പെട്ടാലേ കിട്ടും. നമ്മൾ ഏതൊരു ജോലിയായാലും നിങ്ങൾ അധ്വാനിച്ച് നോക്ക്, നിങ്ങൾ ഹാർഡ് വർക്ക് എടുത്ത് നോക്ക്, നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, അവിടെ വിജയം വരും. ഞാൻ തന്നെ 1.5 വർഷം യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ക്ലിക്ക് ആവാതെ ഞാൻ മടുത്തില്ല. ഞാൻ ഇട്ടുകൊണ്ടേ ഇരുന്നിട്ടാണ് 1.5 വർഷമായിട്ട് ക്ലിക്കായത്. അപ്പോൾ ബഡ്ജറ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞ മുത്തുമണി ചിലരൊക്കെ വീഴും. അതുപോലെ ഞാൻ സൗദി നിൽക്കുന്ന സമയത്ത് തന്നെ ഇവള് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ സെർച്ച് നോക്കിയാൽ കാണാം. നല്ല അതായത് നമ്മളെ നല്ല എമൗണ്ട് നല്ല ചെലവാക്കിയുള്ള കാര്യങ്ങളാണ് കുക്കിംഗ്. ഞാൻ ഭയങ്കര ചോക്ലേറ്റ് കേക്കുകൾ, ഇത് ഗ്ലാസ് കേക്കുകൾ. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ആ സമയം. പൊന്നൂസിന് മോണ്ടന് കുഞ്ഞല്ലേ, അപ്പോഴൊന്നും വീഡിയോ ഓടിയിട്ടില്ല. 500 അപ്പുറത്തോട്ട് എൻ്റെ വീഡിയോ കടന്നിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ഇട്ടപ്പോൾ 7,000 കണ്ടു ഓടിയല്ലേ എണ്ണെ. ഞാൻ അണ്ണനോട് ഭയങ്കര സന്തോഷത്തിൽ ഗൾഫിൽ നിന്ന് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. പിന്നെ അനക്കമില്ല. പിന്നെ വർഷങ്ങൾ, 1 വർഷത്തോളം പിന്നെ ഒരു അനുഗ്രഹം, ഒരു ഐശ്വര്യം അങ്ങോട്ട് ഗൾഫിൽ നിന്ന് അണ്ണൻ വരുമ്പോഴും ഇട്ടുകൊണ്ടിരിക്കുവാണ്. അണ്ണൻ വന്നിട്ടും ആദ്യം ഒന്നും വീഡിയോ ഓടിയില്ല അല്ലേ. പിന്നെ കുറെ നാൾ ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് വീഡിയോ ഓടുന്നത്. പിന്നെ ഒരു സാഹചര്യത്തിൽ പടച്ചോ അനുഗ്രഹിച്ച് അങ്ങ് എല്ലാം നമ്മൾ കഷ്ടപ്പെടുന്നതിനും പടച്ചോ നോക്കുമ്പം ഇവിടെ 2 വർഷമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുവാണല്ലോ. അല്ല, ഞാൻ സൗദിയിൽ നിന്ന് 10 വർഷം സൗദിയിൽ നിന്നിട്ട് ഒരു വിഷമങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റ് കയറി വന്നത്. അവിടെ വന്ന് പുതിയ മാനേജറൊക്കെ മാറി, അവിടെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയവന്മാർ വരുമ്പോൾ ഒരു ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളൊക്കെ ഷൗട്ട് ചെയ്ത് സംസാരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഷമങ്ങളായിട്ട് ഇനി പോകുന്നില്ല എന്നും പറഞ്ഞ് ലീവ് അടിച്ചാൽ വന്നേ, അവന്മാർ എക്സിറ്റ് തന്നില്ല. പിന്നീട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും നമ്മളെ കൈ ഇതൊന്നും ഇല്ല. അപ്പോഴാണ് ഞങ്ങൾ
ഞാൻ പിക്കപ്പൊക്കെ എടുത്ത് ഞങ്ങൾ ഹോൾസെയിൽ മരക്കറി കച്ചവടമൊക്കെ തുടങ്ങി. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിന്ന് അതിൻ്റെ കൂടെ അൽഹംദുലില്ലാ ഇതും ക്ലിക്കായി. അതും ചെയ്യുന്നുണ്ടായിരുന്നു, ഇതും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ നമ്മൾ കാണിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വരുമാന കാര്യങ്ങളൊക്കെ പലവർക്കും ഒരുപാട് പേർക്ക് ഇങ്ങനെ അറിയണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് അതുകൂടെ കാണിച്ച് വെറുതെ അല്ലയോ ആദ്യം ഏറ്റണ്ട എന്ന് കരുതി നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ പ്രൈവറ്റായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി അതങ്ങനെ ഇരുന്നോട്ട്, അത്രേ ഉള്ളൂ. മുത്തുമണീസ് നെജൂല ഇത്ത വീട് ഒരുപാട് ഇഷ്ടമായിരുന്നു. താങ്ക് യു മുത്തേ. ആ വീട്ടിൽ നിങ്ങൾ 4 പേരും സന്തോഷമായി ജീവിക്കാൻ പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ. പിന്നെ ഞാൻ ആമീൻ ഒന്ന് അയച്ചോട്ടെ. ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇത്ത കിങ്ങിണി പൂച്ച എന്ത്? കിങ്ങിണിയുടെ കാര്യം ഒരുപാട് പേര് ചോദിച്ചു. കാരണം എനിക്ക് ഒരാളോട് ഞാൻ 2-3 പേരോട് ഞാൻ റിപ്ലൈ എഴുതി കൊടുത്തു. പക്ഷേ പിന്നെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് ഞാൻ പറയണമെന്ന് തന്നെ ഇരുന്നൊരു കാര്യമാണ്. അവൾ സുന്ദരിയാണ്. എനിക്കിപ്പോൾ വിഷമം വരും അവളെ കാര്യം പറയുമ്പോൾ. പൊന്നൂസ് ഞങ്ങൾ പാലയാസിൻ്റെ തലേ ദിവസം ഞങ്ങൾ സാധനം എടുക്കാൻ പോയപ്പം കിങ്ങിണി വന്ന് ഒരു 2 ആഴ്ചക്ക് ശേഷമാണ് അവള് വീട്ടിൽ കയറി വരുന്നത്. അല്ലേ കിങ്ങിണിക്ക് ഞങ്ങളെക്കാട്ടിലും കൂടുതൽ അടുപ്പാ വീടിനോടാ. ഞങ്ങളെ ഒരു വീട്ടിൽ മാത്രമല്ല കിങ്ങിണി കയറുന്നത്, ഒരുപാട് വീടുകളിൽ. അതായത് മനുഷ്യരോട് അടുപ്പമുള്ള ഒരു പൂച്ചയാണ്. പക്ഷെ അവള് വീട്ടിൽ വരും, സെറ്റിയിൽ കിടക്കും, കട്ടിലിൽ കയറി കിടക്കും, ചിലപ്പം അവിടെ സ്റ്റേറിന്റെ അവിടെ കിടക്കും. അവർക്ക് ഞങ്ങളുടെ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട് എവിടെ കിടക്കാനുള്ള സ്വാതന്ത്ര്യം. കാരണം എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ഞങ്ങൾ ഇല്ലെങ്കിൽ തന്നെ അടുത്ത വീട്ടിലോട്ട് പോകും. ഞങ്ങളുടെ വീട്ടിൽ ഉറങ്ങത്തില്ല, രാത്രി കിടക്കത്തില്ല. അപ്പൊ അതിന് ഫ്രീഡം ആയിട്ട് ഉള്ള സ്ഥലം അത് തന്നെ. നമ്മൾ അതിനെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് അല്ല, ഞങ്ങൾ പിടിച്ചോണ്ട് വരണോ, ഞങ്ങൾ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് പൊന്നൂസ് കരഞ്ഞപ്പോഴും അണ്ണൻ പറഞ്ഞ് ഇത് പരിചയമില്ലാത്ത സ്ഥലം. അവൾ ഇവിടെ ഒരുപാട് പട്ടികളുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതൊന്നും അല്ല റീസൺ. കിങ്ങിണിയെ കൊണ്ടുവരാത്ത റീസൺ ഒന്നുമല്ല. ഞങ്ങൾ ഭയങ്കരമായിട്ട് നെഞ്ച് പൊട്ടിയാൽ ഞാനും പൊന്നൂസും സാധനങ്ങൾ അന്ന് വാരാൻ പോയപ്പോൾ ഇങ്ങോട്ട് വന്നത്. റീസൺ അവൾ വരുന്ന കുറച്ച് നാൾ മുമ്പ്, നമ്മളവിടെ താമസിക്കുന്നതിന് ഒരു മാസം മുമ്പ് വരെ പ്രഗ്നൻ്റ് ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് അവൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവള് നാടൻ പൂച്ചയല്ലേ, വേറെ എവിടെയോ അവർക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി പ്രസവിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു കുഞ്ഞിനെ കടിച്ചു പിടിച്ചോണ്ട് വന്ന്, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്തോണ്ട് പോയി. അപ്പം വേറെ എവിടെയോ സേഫ്, കുറച്ച് നേരം പൊന്നൂസും കൊണ്ടുവരും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കളിച്ച് പിന്നെ കടിച്ച് അങ്ങ് എടുത്തോണ്ട് പോയി. പിന്നെ അപ്പം അവള് ഒന്നായിട്ടല്ലല്ലോ 2-3 കുഞ്ഞുങ്ങൾ കാണും. അപ്പോൾ എവിടെയോ സേഫായിട്ട് പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ കിങ്ങിണിയെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ 3 കുഞ്ഞുങ്ങളോ 4 കുഞ്ഞുങ്ങളോ അറിയത്തില്ല. അതവിടെ പാൽ കുടിക്കാതെ ഏതെങ്കിലും മുക്കിലും മൂലയിലൊക്കെ ആയിരിക്കും പ്രസവിക്കുന്നത്. അവിടെ കിടന്നത് ചത്തുപോകത്തില്ലേ? അതാണ് പ്രധാനമായിട്ട് അവളെ കൊണ്ടുവരാനുള്ള കാരണം. നമ്മൾ ഇവളെ സ്നേഹത്തിൽ പിടിച്ചോണ്ട് വന്നാൽ വേറെ 3-4 ജീവൻ പോകും. അപ്പോൾ അവള് ഞങ്ങളില്ലെങ്കിലും ആ പരിസരത്ത് പല വീടുകളുമായിട്ട് അടുപ്പമാണ്. അവളെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളും, ആ കുഞ്ഞുങ്ങളും സേഫ് ആവും. പിന്നെ ഞങ്ങൾ 2-3 വട്ടം അവളെ പുറകെ കുറച്ച് പൊന്നൂസും കൊണ്ടൻ അയ്യത്തൂടൊക്കെ പോയി എവിടെയാണ് കുഞ്ഞുങ്ങൾ. പക്ഷെ അവള് താങ്ങി തൂങ്ങി കുഞ്ഞുങ്ങളെ പറ്റിച്ച് അവളെ തിരിച്ച് വീട്ടിൽ തന്നെ വന്നു. കാരണം കാണിച്ചു തരത്തില്ല, അങ്ങനെയാണ് അമ്മമാര്. പട്ടിയും പൂച്ചയൊന്നും ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്ന സ്ഥലം കാണിച്ചു തരത്തില്ല. അപ്പം അതാണ് പ്രധാന റീസൺ അവളെ കൊണ്ടുവരാതിരിക്കാനുള്ള റീസൺ. ഓ ഇതെന്ത് മനുഷ്യനെ മെനക്കെടുത്ത സൗണ്ടും ഇല്ലാട്ടോ. വീട് വെക്കാൻ ലോൺ എടുത്തിട്ടുണ്ടോ? ഇല്ല, ലോണൊന്നും ഇല്ല. അൽഹംദുലില്ലാ ഞങ്ങൾ പെതുക്കെ വീട് പണി ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ അവസാന നിമിഷം ഒരു 3-4 മാസം ഇച്ചിരി എന്തായാലും ആ സമയത്ത് അൽഹംദുലില്ലാ ഒരുപാട് അല്ലയാ എങ്ങനെയൊക്കെയോ പടച്ചൻ അനുഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു. അതുകൊണ്ട് വിഷമങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ എല്ലാം ഹൈറായിട്ട് നടന്നു. പൊന്നൂസിനെ മോനക്കുട്ടൻ ട്യൂഷൻ ഫീസ് എത്രയാണ്? അതൊക്കെ പറയാം. പറഞ്ഞേരെ ചോദിച്ചില്ലേ. അവർക്ക് പള്ളിയിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നതിന് ഒരാൾക്ക് 500 രൂപ വെച്ചാണ്. 500, 1000. അല്ലാതെ മോനക്കുട്ടന് 400, പൊന്നൂസിന് 500 ആണെന്ന് തോന്നുന്നു സ്കൂൾ ഫീ ആണെന്ന് തോന്നുന്നു. സ്കൂളോ ട്യൂഷനോ? ട്യൂഷന് 2 പേരും കൊണ്ട് 800 നമ്മളെ കൊടുക്കുന്നത്. അങ്ങനെ ആയിരിക്കും. അല്ല 2 പേരും ഇപ്പം മോനോട്ട് 2-ലായില്ലേ? അതെ, 4 രൂപയായി. മുമ്പ് താമസിച്ചിരുന്ന വീട് മിസ് ചെയ്യുന്നുണ്ടോ? പൊന്നൂസിനെ മോനക്കുട്ടനെ ഒത്തിരി ഇഷ്ടമാണെന്ന്. മുമ്പ് താമസിച്ച വീട് ഇപ്പം മിസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഈ വന്ന ഒരാഴ്ച ഞാനൊരു ഹോട്ടലിൽ താമസിച്ച പോലുള്ളൊരു ഫീലായിരുന്നു മുത്തുമണീസ്. ഇവിടെ എനിക്ക് ഇങ്ങോട്ട് എന്ന് വെച്ചാൽ
ഞാൻ അങ്ങനെ വല്ലപ്പോഴും വൈകുന്നേരങ്ങളിൽ ഒന്ന് വരത്തേ ഉള്ളൂ, ഇച്ചിരി നേരം ഒന്ന് അല്ല നോക്കി. ഇവിടെ ഇപ്പൊ വന്നു കയറിയപ്പോ ഒരുപാട് നാളായ എൻ്റെ തൊട്ട് ഇപ്പൊ ഒത്തിരി നാളായിട്ട് കാലങ്ങളോളം താമസിക്കാൻ മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു നല്ലൊരു വീട് വീടായിരുന്നു. പിന്നെ അണ്ണൻ ഇവിടെ തന്നെ ആരും നല്ല ജോലിക്കാരുടെ കൂടെ, അതുകൊണ്ട് അണ്ണൻ ഈ വീഡിയോട് ഭയങ്കര ഇണക്കമായിരുന്നു. ഇപ്പം ഞാൻ ഇണങ്ങി, തൂത്തും തുടച്ചും എല്ലാ സ്ഥലത്തും എൻ്റെ കൈയെത്തി ഞാൻ ഇണങ്ങി. ഇതെന്ന് പറയാൻ വേണ്ട സ്വന്തം അല്ലേ മുത്തുമണി, നമ്മള് അധ്വാനിച്ച് ആഗ്രഹിച്ച് ഓരോ മുക്കും മൂലയും ഇങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ സ്വപ്നം കണ്ട വീട്. മറ്റേത് എന്തൊക്കെ പറഞ്ഞാലും ആ വീട് തൂത്തും തുടച്ചുമൊക്കെ നിന്നപ്പോഴും നമ്മൾ താമസിക്കുന്ന വീടാണ്, എങ്കിലും അത് വേറൊരാളുടെയാണ്, വേറൊരാളുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. നിങ്ങൾ ഇത്ര മാസം ഇറങ്ങി തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കേണ്ടവരാണ്, കാരണം അത് അവരുടെയാണ്. പക്ഷെ ഇത് നമ്മുടെയാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം വലിയ മിസ്സിങ് ഇല്ല, പക്ഷെ ഒരാഴ്ച വന്ന് ആദ്യം ഒരാഴ്ച ഭയങ്കര വിഷമവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിങ്ങിണി സുന്ദരി, അവളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പഠിച്ചവരെ അവൾക്ക് അയച്ചു കൊടുക്കട്ടെ. അണ്ണൻ്റെ കുടുംബക്കാരുമായി റിലേഷൻ ഇല്ലേ? ഉണ്ടല്ലോ, അവർക്ക് കടയുണ്ട്. ഇടമണ്ണിൽ തന്നെ 3-4 കടയുണ്ട്. അപ്പോൾ കടയിൽ അത്ര രാവിലെ സുബൈക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 9 മണിക്കാണ് ഫ്രീ ആവുന്നത്. അമ്മായും കടയില്ല, പിന്നെ പെങ്ങളും കടയില്ല. അപ്പോൾ എല്ലാവരും കടയിലാകുമ്പോൾ അവർക്ക് കട ഒഴിവാക്കിയിട്ട് അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ അവധി ദിവസം വല്ല ഞായറാഴ്ച വല്ലതും വന്നാലേ ഉള്ളൂ. അങ്ങനെയുള്ള തിരക്ക് കാരണമാണ് അവരെ ഒന്നിനും കാണാത്തത്. നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്, നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. പുന്നൂസും മോനുക്കുട്ടനും മെച്യൂരിറ്റി ഉള്ള മക്കളാണ്. Q&Aയിൽ ഇത് വായിക്കണേ. പുന്നൂസിൻ്റെ നെയിം പറയൂ. സൽമ. മുന്നൂസിൻ്റെ നെയിം അൽഹ ഫാത്തിമ, മോനുക്കുട്ടൻ്റെ പേര് ആദമാണ്. അതെ, നല്ല മക്കളാണ്. പുന്നൂസും മോനും നല്ല മക്കളാട്ടോ. പഠിച്ചോ എന്തായാലും കുഞ്ഞുങ്ങൾ, പിന്നെ കുഞ്ഞുങ്ങളുടേതായ കുസൃതിയും കുറുമ്പും ഒക്കെ ഉണ്ട് മോനുകുട്ടന്. പക്ഷെ പൊന്നൂസ് നല്ല മെച്യൂരിറ്റി ഉള്ളൊരു കുഞ്ഞാണ്. പറഞ്ഞ കേൾക്കും. വലിയ ഒന്നിനു വേണ്ടി വാശിയും കാര്യം ഇന്ന കളിപ്പാട്ടം അങ്ങനൊന്നുമില്ല. ചോദിക്കും ചില അമ്മ ഇത് വാങ്ങിച്ചു തരുമോ, ഞാൻ പറയും മക്കൾ അതിപ്പോൾ വേണ്ട, നമ്മൾ വീട്ടിൽ കൊണ്ട് പന്നലാക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് വേണ്ട, വാങ്ങിച്ചു കൊടുത്താൽ വാങ്ങിച്ചു, അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ പേര് വിളിക്കാം പ്ലീസ്. എൻ്റെ പേര് ലുബാബ. എൻ്റെ അനിയത്തികളും നിങ്ങളുടെ വീഡിയോ വലിയ ഫാനാണ്. അവരുടെ പേര് വിളിക്കാവോ? ബിൻഷിത, ഫെമിന, റിഫ്ത. അപ്പോൾ മക്കളെ ഹായ്. സ്കിൻ കെയർ സീക്രട്ട് പറയുമോ എന്ന്. അണ്ണ എൻ്റെ സ്കിൻ കെയർ സീക്രട്ട് എന്ന് പറഞ്ഞുകൂടി. ഓ, എന്തോ സീക്രട്ട് ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല ഒന്നുമില്ല. ഞാൻ എവിടെയും പോകുമ്പോ ഇങ്ങനെ പുട്ടിയൊക്കെ അടിച്ച് ഇറങ്ങും, അല്ലാതെ വീട്ടിൽ നിൽക്കുന്നോണ്ട് എനിക്ക് തൂപ്പും തുടക്കുമ്പും ജോലിയും. ഞാൻ ഇവിടെ കൊണ്ടേം കിട്ടിയ ഒരു വട്ട് കേസിന് നൈറ്റിയൊക്കെ നൈറ്റിയൊക്കെ ഇട്ട് നിങ്ങൾ എന്നെ കാണണം, യൂട്യൂബറോ എന്റെ പൊന്നെ. പൊന്നൂസ് മോനുട്ടന്റെ വയസ്സ് 7-9. ഹായ് പറയൂ ചേച്ചി. ഹായ്, ഐ ആം ബിഗ് ഫാൻ. ഹൗസ് വാമിംഗ് യൂട്യൂബേഴ്സിനെ ആരെങ്കിലും വിളിച്ചോ? പ്രത്യേകിച്ച് അങ്ങനെ ആരും വിളിച്ചില്ല. കുറച്ച് പേരൊക്കെ ഞാൻ കാർഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മളെന്തിനാ ഇത്രയും ദൂരമൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് വലുതായിട്ട് അങ്ങനെ ആരെയും വിളിച്ചില്ല. ഹായ് ഇത്ത, അണ്ണൻ്റെ സിസ്റ്റർ ഹൗസ് വാമിങ്ങിന് വന്നില്ലേ? അവരെല്ലാം വന്നിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ പിള്ളേരല്ലയോ 2-3 മണി വരെ മൊബൈലിലൊക്കെ നോക്കിയിട്ട്. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പാലുകാച്ചെന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. അപ്പം ഞാൻ സുബഹി കഴിഞ്ഞാണ് കയറുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വരാൻ സമയമായപ്പം അവർ എഴുന്നേക്കാൻ താമസിച്ചു. നമുക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അതിൻ്റെ കൂടെ അവിടെ ബാങ്ക് വിളിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് ലേറ്റായി പോകുമെന്ന് കരുതി അത്തായമ്മായി ഞങ്ങൾക്ക്, കാരണം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ. പിന്നെ അണ്ണന്റെ പെങ്ങള് രാവിലെയൊക്കെയാണ് വന്നത്, അതുകൊണ്ടാണ് രാവിലെ നമ്മൾ പാല് കാച്ചി കയറുന്ന സമയത്ത് അണ്ണന്റെ പെങ്ങളും മക്കളും ഇല്ലായിരുന്നു. അവർ ഉറക്കം എഴുന്നേക്കാൻ താമസിച്ചു. ആ സാഹചര്യം കൊണ്ട് രാവിലെ വന്നില്ലെന്നേ ഉള്ളൂ. അവർ പിന്നീട് വന്നു. എല്ലാ കാര്യത്തിനും എല്ലാം ഉണ്ട്. അനിയനും പപ്പയും എന്നാണ് തിരിച്ചു പോകുന്നത്? അനിയന് ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഈ ഓണം സീസൺ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ചാർജ് ആട്ടോ. അപ്പൊ എപ്പോ വേണമെങ്കിലും അമ്മ അവിടെ ബീഫൊക്കെ വറുത്ത് മാങ്ങാച്ചാറൊക്കെ സെറ്റായിട്ട് ഇന്നലെ അയാള് അമ്മ പറയാ നാളെ 1 കിലോ ബീഫ് വാങ്ങിച്ചു തരും, അതെങ്കിൽ ഇതിൽ നിച്ച് തരാന്ന്. പൊന്നൂസ് അമ്പത്തോട്ട് പറക്കിക്കൊണ്ട് തിന്നുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പത്തിരിയും കറിയും മേടിച്ചപ്പോൾ ബീഫൊക്കെ വറക്കാൻ തിന്നാൻ തന്നു കേട്ടോ. അപ്പോൾ അമ്മ ബീഫൊക്കെ വറുത്ത് വെച്ചേക്കുവാണ്. എപ്പം ടിക്കറ്റിന് ഇച്ചിരി ചാർജ് പറയുന്നത് അപ്പ കയറ്റി വിടും അനിയനെ. കാരണം അവൻ്റെ കടയിൽ ആരെങ്ങാണ്ടൊക്കെ ഇപ്പം ലീവിന് അത്യാവശ്യമായിട്ട് പോയതുകൊണ്ട് ആളെ ആവശ്യമുണ്ട്, അതുകൊണ്ട് പോകണം. പിന്നെ അത്ത പതുക്കെ പോകും കേട്ടോ. അണ്ണൻ്റെ ഫാമിലിയെ വീഡിയോയിൽ കാണിക്കേണ്ടി
നെക്സ്റ്റ് ബേബി ഇതും നല്ല രീതിയിലല്ല എഴുതിയേക്കുന്നത്. അണ്ണൻ്റെ ഫാമിലി എന്താ വീഡിയോയിൽ കാണിക്കാത്തതെന്നായിരിക്കും ഉദ്ദേശിച്ചത്. അവർക്ക് നിൽക്കാൻ ഇഷ്ടമില്ല. അമ്മ നിൽക്കും എപ്പോഴും, അമ്മ നിൽക്കും വീഡിയോയിൽ, അണ്ണന്റെ അമ്മ. പിന്നെ അണ്ണന്റെ അക്കാക്ക് പൊതുവെ നിൽക്കാൻ ഇഷ്ടമില്ല, കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരാനും പിന്നെ അവർ അവിടെ നിന്ന് ഇവിടെ വരാനും ഉള്ള ഒരു ബുദ്ധിമുട്ട്. ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ, അവരറിയാതെ ഞാൻ എടുക്കാറുണ്ട്. പിന്നെ അണ്ണന്റെ അമ്മ നിൽക്കും വീഡിയോയിൽ, അണ്ണന്റെ അക്ക നിൽക്കത്തില്ല അധികം. അവർ കടയിലായോണ്ടാണ് അവിടെ കിട്ടാത്തത്. നമ്മളിപ്പം വീട്ടിൽ വന്ന് വ്ലോഗ് എടുക്കുമ്പോ അവര് എന്റെ അമ്മായി ഫ്രണ്ട്സ്, എന്റെ അത്താക്കാണെങ്കിൽ വീഡിയോ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മക്കളെ അത്ത ചെട്, അത്ത ഇട്, അത്ത നല്ല ഒരുങ്ങി വന്നേക്കും. അത്താക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത്ത നിൽക്കും. പിന്നെ മുമ്പ് നമ്മൾ താമസിച്ച വീടിന്റെ റെന്റ് എത്രയാണെന്ന്, 8000 രൂപയായിരുന്നു ഞങ്ങൾ താമസിച്ച വീടിന്റെ വാടക. പിന്നെ നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? പുനലൂർ കാര്യറ, കൊല്ലം ജില്ലയിലെ പുനലൂർ കാര്യറ എന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ നാട്. പിന്നെ നീ വാങ്ങിക്കുന്ന ഇത് കാണുന്നില്ല, ആണോ? സാരമില്ല, എന്റെ ഫോണായോണ്ട്. എത്ര സെന്റ് സ്ഥലമാണ് മേടിച്ചത്? 12 സെന്റ്. 12 സെന്റ് സ്ഥലമാണ് നമ്മുടെ ഈ വീടും സ്ഥലവും ഇരിക്കുന്നത്. സാലിഹയുടെ അനിയൻ എന്താണ് കാലിന് വയ്യാത്തത് ആണോ? വീട് സൂപ്പർ ആണിതാ. ഈ ഒരു ക്വസ്റ്റ്യൻ, കാലിന് സുഖമില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കുറേ പേര് ഞാൻ ഫോട്ടോ ഇട്ടപ്പോഴും ഒക്കെ ചോദിച്ച സംഭവമാണ്. കമ്പി ഇട്ടേക്കുവാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ശരിയാവും. കാരണം എന്താ വെച്ചാൽ കാലിപ്പോ ഇച്ചിരി മടക്കാനുള്ള ഒരു ഇവന് മുട്ടിലാണ്. ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചാണ്. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കോവളം വർക്കല ബീച്ചിൽ പോയതാണ്. തിരിച്ചു വന്നപ്പോ ഒരു ഓട്ടോ വന്ന് ഇവനും ഇവന്റെ കൂട്ടുകാരന്റെയും രണ്ടുപേരുടെയും വലത്തെ കാലിലാണ് ഓട്ടോ വന്ന് ഇടിക്കുന്നത്. രണ്ടുപേർക്കും കാലിന് കമ്പിട്ട്. അവന്റെ സാലിന്റെ കൂട്ടുകാരനും ഇതേപോലെയാണ് കേട്ടോ കാല്. രണ്ടുപേരും കാലിൽ ഇടിച്ച് അങ്ങ് കയറി. അപ്പം മുട്ടിനാണ് അവന് കമ്പി ഇട്ടേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഇപ്പൊ ഒരു വർഷത്തിനുള്ളിൽ ഇപ്പൊ ഡോക്ടർ കാണിച്ചായിരുന്നു. മൊത്തം നമ്മൾ ഈ മൊത്തം മടക്കുന്ന പോലെ മടങ്ങത്തില്ല, അവനെ 80% മടങ്ങും. നമ്മൾ 100 മടക്കുന്ന പോലെ ആ കമ്പി എടുത്ത് കളയണം. അപ്പം ഇപ്പൊ അത്തായും അമ്മായും കൂടെ വന്നപ്പോൾ ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ കമ്പി എടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ കമ്പി എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വേണം, കമ്പി എടുത്ത് കളയണം, പിന്നെ കുറച്ച് റെസ്റ്റ് വേണം. അപ്പൊ ഇപ്പൊ അവന് ലീവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ നിൽക്കുന്നില്ല. ഇപ്പൊ ഇനി അടുത്ത അതെ, ഇപ്പൊ ഇനി അടുത്ത ലീവിന് വരുമ്പോൾ കമ്പി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ജന്മനാ ഒരു കുഴപ്പമില്ല കേട്ടോ, എന്നെ പോലെയും ചാടി മലങ്കേര നടന്ന ചെറുക്കനാ. ഇപ്പം ഈ ആക്സിഡന്റ് പറ്റിയതിന് ശേഷമാണ് ഇങ്ങനെ പറ്റിയത്. മുൻപ് താമസിച്ച വീട് റെന്റാണോ? അതെ, റെന്റാണ്. പഴയ വീട് മിസ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അണ്ണന്റെ സിസ്റ്റർ എവിടെ? അണ്ണന്റെ സിസ്റ്റർ എടമണ്ണാണ്. ഇത്തട കിങ്ങിണി പൂച്ച എന്തെന്ന് കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് സുന്ദരിയെ പറ്റി. അണ്ണന്റെ ബന്ധുക്കൾ ആരും ന്യൂ ഹൗസിൽ താമസിച്ചില്ലേ? എല്ലാരും വന്ന് എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു. രാത്രി ആരും കിടക്കാൻ നിന്നില്ല, വൈകിട്ടൊക്കെ ആയപ്പം പോയി. ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സുമായിട്ട് അടുപ്പമില്ലേ? അടുപ്പമില്ലേ എന്നാണ് മുത്തോണി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ വീഡിയോയിലും ഇപ്പം അത്ത ലീവിനുള്ളതുകൊണ്ട് നിങ്ങൾ എൻ്റെ അത്തായെ കാണുന്നുണ്ട്. എൻ്റെ അത്തായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ നിൽക്കാൻ. അത്ത വണ്ടേ അങ്ങനെ ഭയങ്കര ആയിട്ട് നിൽക്കും. അപ്പം എനിക്കത് ഇഷ്ടമാണ്. നമ്മൾ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമുക്ക് എത്ര എഴുതാലും മതി വരത്തില്ല. അപ്പം അണ്ണൻ്റെ അമ്മയും അത്തായും കടയിലാണ്, അവർ ഇടമണ്ണാണ്, ഇവിടെ കാര്യറയാണ്. ഇവിടുന്ന് അവർക്ക് കടയിൽ എന്ന് വെച്ചാൽ ഒത്തിരി ദൂരമില്ലേ. അവർ സുബൈക്കൊക്കെ കടയിൽ കയറിയിട്ട് രാത്രി 9 മണിക്ക് ഇറങ്ങുന്നവരാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അത്രയും. അതാണ് നമ്മുടെ നാട്, വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അപ്പം അങ്ങോട്ട് ഓടിപ്പോവുക, വീഡിയോ എടുക്കുക. അതുകൊണ്ടാണ് അവരെ വീഡിയോയിൽ കാണാത്തത്. അല്ലാതെ ബന്ധമില്ലായ്മയൊന്നുമില്ല, എല്ലാവരുമായിട്ട് എല്ലാവരും ബന്ധമുണ്ട് കേട്ടോ. ഒരേ ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് പേര് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ അതുകൊണ്ട് മൊത്തം അല്ലയാ ഒരു മറുപടി തന്നെ അല്ലേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടോ മുത്തുമണി. നിങ്ങളുടെ ഫാമിലി എനിക്ക് ഒത്തിരി ഒരുപാടുണ്ട്, പക്ഷേ ചോദിച്ചേക്കുന്നല്ല ഏകദേശം അടുപ്പമാണ്. എനിക്ക് നിങ്ങളുടെ ഫാമിലി ഒരുപാട് ഇഷ്ടമാണ്. അണ്ണന്റെ റിലേറ്റീവ്സുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അണ്ണന്റെ വീട് അപ്പോൾ ആർക്കാണ്? ബിക്കോസ് അണ്ണൻ ഒറ്റ മോൻ ആയതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറ. ഞാൻ പറഞ്ഞ എന്റെ പറഞ്ഞാൽ എന്തുവാ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞാൽ അതല്ല, ഞാൻ പറഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടക്കേടോ എന്തെങ്കിലും സ്വന്തം ആള് തന്നെ പറയട്ടെ വിചാരിച്ചു. അതായത് എന്റെ വീട് അവര് മരിക്കുന്നവരെ അവർക്ക് ആ വീട്ടിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ അത്താക്കി അമ്മാക്കി. അപ്പോൾ ആ വീട് പൊളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഞാൻ വേറെ വസ്തു മേടിച്ചു, വീട് വെച്ചു. ഇപ്പം ആ വീട് പിന്നീട് ഞാൻ എൻ്റെ പെങ്ങൾക്ക് അത് വിറ്റ്. അത്രയേ ഉള്ളൂ സംഭവം, വേറൊന്നുമില്ല.
അത്രേ ഉള്ളൂ മുത്തുമണീസ്. ഹായ്, എൻ്റെ നെയിം വിളിക്കാമോ? ദേവനന്ദ. ഹായ് ദേവനന്ദ മോനെ. മക്കൾ താത്തായുടെയും അണ്ണൻ്റെയും മക്കളുടെയും ഏജ്: പൊന്നൂന് 9, മോനുക്കുട്ടന് 7. ഇതെത്ര കളവാ? ഏതാ അണ്ണൻ എത്ര? എനിക്ക് 34. I am 31. എന്റെ പ്രായത്തിൽ എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല, കിളവന്മാരായി. കിളവൻ തന്നെ പറയണം. ഞങ്ങൾ തമ്മിൽ 2 വയസ്സിന് വ്യത്യാസമുള്ളൂ കേട്ടോ മുത്തുമണീസ്. പൊന്നൂസും മോണ്ടനും ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മെസ്സേജ് അയച്ചിട്ടുണ്ട്. പേര് എന്തുവാണ്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വെച്ചാൽ പൊന്നു 4, മോനുകുട്ടൻ 2. സാച്ചിക്ക് മക്കളില്ലേ? സാച്ചിക്ക് മക്കളില്ല, അവർ ട്രീറ്റ്മെൻറ്റിലാണ്. ഇപ്പം ഒരു 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ചെറിയ ചെറിയ പ്രോബ്ലംസ്, ഇങ്ങനെ ട്രീറ്റ്മെൻറ്റും ഹോസ്പിറ്റലും കാര്യമായിട്ടൊക്കെ ഇങ്ങനെ പോവാണ്. അണ്ണൻ്റെ അമ്മയ്ക്ക് എത്ര മക്കളാണെന്ന്? അണ്ണൻ്റെ അമ്മയ്ക്ക് 2 പേര്. ഞങ്ങളുടെ വീട്ടിലും 2, ഇവരുടെ വീട്ടിലും 2 ഒരാണും ഒരു പെണ്ണും. എൻ്റെ മൂത്തത് പെണ്ണാണ്. ഞങ്ങളുടെ വീട്ടിലും ആദ്യത്തെ പെണ്ണാണ്. എൻ്റെ വീട്ടിലും രണ്ടാമത്തെ അനിയൻ. അതുപോലെ ഞങ്ങളുടെ ആ ഒരു ഇത് തന്നെ ഞങ്ങൾക്കും കിട്ടി. നമ്മുടെ 2 പെണ്ണ് ആദ്യം, ഇവിടെയും പെണ്ണ്, അങ്ങനെ അനിയൻ. ഇനി ജോബിന് പോകുന്നില്ലേ? ഇല്ലടാ, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പം. ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതും എൻ്റെ ഒരു ജോലിയാണ്. കറണ്ട് പോയി. ഇപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ ഒരു ജോലിയാണ്. പക്ഷേ എനിക്ക് സാലറി കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്കെൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കാം, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം. പക്ഷെ വേറൊരു ജോബിന് പോകുമ്പോൾ എനിക്കത് പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടുള്ളൊരു ഇത്. ഇത്താക്കി പൊന്നൂസിനെയും മോനുകുട്ടനെയും വളരുമ്പോൾ എന്താക്കാനാണ് ഇഷ്ടം പറയാവോ? ഞങ്ങളിങ്ങനെ ഈ മക്കളെ അതായാലും ഇതായാലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവര് തന്നെ പറയും. പൊന്നു എപ്പോഴും പറയും എനിക്ക് ഡോക്ടർ ആവണം. അത്തായമായൊക്കെ പലതും അതാവണം ഇതാവണം എന്നൊക്കെ കൊച്ചുനാളെ തൊട്ടേ പറയും. ഇതിപ്പോ അവരൊരു പ്രായമാകുമ്പോ അവര് തന്നെ തെരഞ്ഞെടുക്കട്ടെ. പക്ഷെ നമ്മൾ ഇതൊന്ന് മോട്ടിവേഷൻ ചെയ്ത് കൊടുത്താൽ മതി. പൊന്നു ആഗ്രഹമുണ്ട് അവനെ IAS ആക്കണമെന്നും. പക്ഷെ മോരുടെ പറയും ഞാൻ കളക്ടർ ആവും. പൊന്നു പറയും എനിക്ക് ഡോക്ടർ ആവണം. അൽഹംദുലില്ലാ, എല്ലാം നടന്നാൽ മതി. ഇന്ന ജോലിയിലല്ല, അവരൊരു നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ 11:45 എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരുമോ? സ്ഥലം മേടിച്ച് വീട് വെക്കാനുള്ളത്. അതിനങ്ങനെ പ്രത്യേകിച്ച് ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കണം. ഒരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കണം. ആഗ്രഹിച്ച് അതിനു വേണ്ടി പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് ഏത് കാര്യം വിധിച്ച് വന്നു കയറിയ വസ്തുവായത്. അതൊരു പടച്ചവന്റെ ഒരു ഇത് തന്നെയാണ്. അതെ, ഞാൻ ഒരുപാട് കാരണം ഞങ്ങൾ വേറെ വസ്തുവാണ് എഴുതായിരുന്നത്. വ്യാഴാഴ്ച നമ്മുടെ എഴുത്താണ്. ഒരു 2 ദിവസം കൊണ്ട് മാറി മറിഞ്ഞ വസ്തുവാണ് ഇത്. ഈ വസ്തു ഞങ്ങൾ വില പറഞ്ഞ് മാറിപ്പോയതാട്ടോ. വില പറഞ്ഞ് ശരിയാവാതെ മാറിപ്പോയതാണ്. പിന്നെ ഞങ്ങൾ വേറൊരു വസ്തു കണ്ട് ആ വസ്തു വലിയതായിട്ട് ഇഷ്ടപ്പെട്ടതും. അതായത് രണ്ടാമത് അത് ഫ്ലോട്ട് പോലെ. അപ്പൊ ഈ എണ്ണം പറഞ്ഞു അത് കോളനി പോലെ വീട് വരും. പക്ഷെ എങ്കിലും പോലെ ആയി അതും. പക്ഷെ നമ്മുടെ നാടാണല്ലോ, കാര്യറെ തന്നെ വേണമെന്നുള്ള ഇതിൽ. അതുപോലെ നമ്മുടെ ഫ്രണ്ട് വശം, അതായത് നമുക്ക് തട്ടുതട്ടാകുമ്പം ആ വീട്ടിലോട്ട് കേറി വന്നാലേ നമുക്ക് ആ വീട് കാണാൻ പറ്റൂ. ആ വസ്തു മേടിച്ചിരുന്നു റോഡ് സൈഡല്ലേ, അതുകൊണ്ട് ഞങ്ങൾ കാര്യറെ തന്നെ എങ്കിൽ പിന്നെ മനസ്സിലാവും. ആ വസ്തു തന്നെ ഞങ്ങൾ മേടിച്ച് വ്യാഴാഴ്ച എഴുതുവാണ്. ഇവിടുന്ന് ആധാർ കാർഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മേടിച്ച് വെച്ച് വ്യാഴാഴ്ച എഴുത്താണ്. ബുധനാഴ്ചയാണ് ഈ വസ്തു നമ്മൾ മാറിപ്പോയ വിളിച്ച് പറയുന്നത് നിങ്ങൾക്കിത് തരാം. ഇതുപോലെ എൻ്റെ അത്തത്തെ ഒരു കമ്മ്യൂണിസ്റ്റാണ്, പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റാണ്. അപ്പം ഹനി വരാത്തൊരു കൊച്ചുമോക്ക് ഞാൻ ഇനി വസ്തു തന്നില്ലെന്ന് വേണ്ട. ഭയങ്കര സന്തോഷമായി. അപ്പം അണ്ണ ഒരുപാട് ആഗ്രഹിച്ച വസ്തുവാണിത്. അങ്ങനെ അത് തന്നെ നമുക്ക് വിധിച്ച്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കണം മുത്തുമണി. പിന്നെ വിധി ആ ഒരു വസ്തു ഇപ്പം നമ്മൾ തമ്മിൽ സ്നേഹിക്കുവാണ്. ഈ പുള്ളിയെ എനിക്ക് വേണമെന്നും പുള്ളിക്ക് എന്നെ വേണമെന്നും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമല്ലോ. ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അത് നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. അപ്പോൾ അത് നടക്കും. അങ്ങനെയാണ് നമുക്കെല്ലാം വന്നു ചേരുന്നത്. സത്യസന്ധമായിട്ട് ഏതൊരു കാര്യവും പരിശ്രമിച്ചാൽ നടക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത് കേട്ടോ. മുത്തേ, ഈ ഫാമിലി എനിക്ക് വളരെ ഇഷ്ടമാണ്. അണ്ണനെ കുറിച്ച് പറയാമോ? ഇതിനെക്കുറിച്ച് പറയാൻ വലിയ സംഭവമൊന്നുമില്ല. എന്താ പറയാന്ന് വെച്ചാൽ ഈ അണ്ണന് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വരുമ്പോഴത്തേക്ക് ഒറ്റ സെക്കൻഡിൽ ചിലപ്പോൾ ദേഷ്യം അമറും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് അങ്ങനെ ദേഷ്യം വരത്തില്ല.
എനിക്ക് കുഞ്ഞുങ്ങളെ എന്തോ ചെയ്താലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ പെട്ടെന്ന് ദേഷ്യം പോവും. 5 സെക്കൻഡ് കൊണ്ട് അത് അങ്ങ് മാറും. പോവും. പക്ഷെ ഇതൊന്നും എനിക്ക് ദേഷ്യം വരത്തില്ല, എനിക്ക് വരത്തേയില്ല അങ്ങനെ. പക്ഷെ മനസ്സിലൊക്കെ നല്ല കാണും. അങ്ങനല്ല, എനിക്ക് ദേഷ്യം വരത്തേയില്ല. ഇപ്പൊ മക്കൾ എന്തോ ചെയ്താലോ, ഒരു സാധനം ഭയങ്കര ബഹളമായാലോ, ഇറിറ്റേഷൻ, എനിക്ക് അങ്ങനൊന്നും വരത്തില്ല. ഈ അണ്ണന് ഭയങ്കര ഒച്ച ഒക്കെ കുഞ്ഞുങ്ങൾ വാവച്ചാലോ ദേഷ്യപ്പെടും, ഇറിറ്റേഷൻ. എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാതെ എന്തോ എനിക്ക് വരത്തില്ല. പക്ഷെ എനിക്ക് എന്റെ അടുത്ത് വരും. എനിക്ക് കഴിഞ്ഞ് വന്ന പിന്നെ ഒരാഴ്ചത്തേക്ക് ഞാൻ മിണ്ടത്തില്ല, മൈൻഡ് ചെയ്യത്തില്ല. എനിക്ക് കെറുവും ദേഷ്യം കാണും. പക്ഷെ അങ്ങനെ ഇങ്ങനെയൊന്നും വരത്തില്ല, വന്നാലൊട്ടും പോത്തുമില്ല. അതാണ് എൻ്റെ ഒരു സ്വഭാവം കേട്ടോ. ഇത് എപ്പോഴും വരും, പക്ഷെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോവും. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ കിടക്കിടന്ന് പോട്. ഒരു ക്വസ്റ്റ്യൻ വായിക്കും 100 ചിരിയും ചിരിക്കും. എനിക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ ഇഷ്ടമാണ്. ലവ് യു മുത്ത. പിന്നെ പൊന്നൂസും മോനുകുട്ടനും ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് പ്ലീസ് പറയാമോ? ഇവിടെ പുനലൂരുള്ള സെൻറ് തോമസ് എന്ന് പറഞ്ഞ സ്കൂളിലാണ്. ഐ ആം ബിഗ് ഫാൻ. പൊന്നൂസിനെയും മോനുകുട്ടനെയും തിരക്കിന്ന് പറയാട്ടോ. പിന്നെ Q&Aയിൽ ഇത് വായിക്കാം മുത്തുമണീസ്. അജ്മി, വീടിൻ്റെ പേര് എന്താണെന്ന്. ഇത് നമ്മളിപ്പം ഞാൻ നമ്മുടെ ഹോം ടൂറിൽ പറഞ്ഞില്ലേ, നമ്മൾ സ്വപ്നം കണ്ട് ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നേടിയെടുത്ത വീടാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് സ്വപ്ന വീടെന്ന് തന്നെ ഇടാന്ന്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പേര് സ്വപ്ന വീടാട്ടോ. ഞാൻ BSc നഴ്സാണോ പഠിച്ചതെന്ന്? അല്ല കേട്ടോ, സാധാ നഴ്സിംഗ് ആണ് പഠിച്ചത്. ഇന്ന് ഇടുമോ പ്ലീസ് ഇത്ത? 6 ദിവസത്തിന് മുമ്പ് കുസി ഇട്ടേക്കുന്നത് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്തിടേണ്ട താമസം. നെക്സ്റ്റ് ബേബി പ്ലാനിങ് ഉണ്ടോ ഇത്ത? നെക്സ്റ്റ് ബേബി പ്ലാനിങ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. പിന്നെ ഞാൻ ചിലപ്പോൾ ആലോചിക്കും, കാരണം മോനൂട്ട എൻ്റെ അടുത്തുനിന്ന് മാറാത്തൊരു കുഞ്ഞാണ്. ഇന്നലെ എന്നെ കട്ടിലിയും തള്ളി താഴെ ഇട്ടിടി, നീ അറിഞ്ഞില്ലേ? വളരെ നല്ല കാര്യം. അവൻ ഇങ്ങനെ ഭയങ്കര വിശാലമായിട്ട് കിടന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ. അപ്പൊ ഞാൻ തരത്തില്ല, എന്റെ മുതുവിനോട് ചേർന്ന് ഇവൻ കിടക്കൂ, എന്റെ ഈ കയ്യിലേ കിടക്കും. അപ്പൊ ഇവൻ ഇന്നലെ ഇങ്ങനെ കിടന്നപ്പോ എന്തോ ഇത് എന്റെ മുതുവിലോട്ട് ഇങ്ങനെ കിടക്കുക. ഞാനങ്ങ് തിരിഞ്ഞതും കട്ടിലിൽ നിന്ന് പൊട്ടാന്ന് വന്ന് നടുവിടിച്ച്. അത് നമ്മുടെ ഇപ്പോഴത്തെ കട്ടിൽ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് എൻ്റെ റബ്ബേ. ഞാൻ എന്നിട്ട് അവിടെ തന്നെ കുറച്ച് നേരം അങ്ങ് കിടന്നു കേട്ടോ. അപ്പം ചാടി എണീക്കാൻ പറ്റില്ല, ഇങ്ങനെ കിടന്ന് ഇരുട്ടത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം കിടന്ന്. സിറ്റ് ഔട്ടിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് റൂമിൽ ചെറിയൊരു നേരിയ വെട്ടം കാണും. ഞാൻ ഇങ്ങനെ കുറച്ച് നേരം കിടന്നൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് മേളിൽ വന്ന് അവനെ പിന്നെ നേരെ ഇട്ടിട്ട് കിടന്നത്. അപ്പം അവന് അത്രയും എന്നോടൊരു ഇഴുകിച്ചേർന്ന കുഞ്ഞായതുകൊണ്ട് വേറൊരു കുഞ്ഞ് വന്നാൽ നമുക്ക് അങ്ങോട്ടൊരു സ്നേഹം പോകുമോ എന്നുള്ളത്. ഒരു ആണിനെ പിന്നെ പടച്ചം തന്നിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഞങ്ങൾ അതിൽ തൃപ്തിപ്പെടുക. അതുമല്ല, പ്രസവം നിർത്തിയല്ലോ, ഒന്നുകൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെ നമുക്ക് ചെയ്യാം, നിർത്തിയാലും ചെയ്യാമല്ലോ. അതൊക്കെ മെനക്കെട്ട പണിയാ. കിളവി ആയില്ലേ നമ്മളിപ്പം, ഇനി അതിനൊക്കെ നിങ്ങളുടെ പുതിയ വീട്ടിൽ വന്നിട്ട് ടൂറൊന്നും പ്ലാൻ ചെയ്തില്ലേ? ടൂറ് സത്യം പറഞ്ഞാൽ ഈ ഓണത്തിന് അണ്ണന് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മളെങ്ങും പോയില്ല. സാധാരണ നമ്മൾ വെക്കേഷൻ എവിടെയെങ്കിലും ഒക്കെ പോകുന്നതാണ്, പോയില്ല എന്നുള്ള വിഷമമായിരുന്നു. പക്ഷേ 12 മണിയായി. സ്പീഡിൽ പറ. ഒരു കാര്യം ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ കഥകൾ കയറ്റി 10-15 മിനിറ്റ് അങ്ങ് വെറുതെ കളയുക. അതെ, പക്ഷെ വിഷമം എന്താണെന്ന് വെച്ചാൽ മുത്തുമണി, എനിക്ക് കുറച്ച് പണയങ്ങൾ ഇരിപ്പുണ്ട്. എൻ്റെയും പൊന്നൂസിൻ്റെ മോനൂട്ടനെയും കുറച്ച് പണയങ്ങൾ ലാസ്റ്റ് ടൈമിൽ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത്ര അങ്ങോട്ട് ബഡ്ജറ്റ് കൂടുതലായിപ്പോയി ലാസ്റ്റ് ടൈമിൽ. അങ്ങനെ നമ്മളിപ്പോൾ ലോണോ കാര്യമില്ല, വേറൊരാളുടെ സാധനം മേടിച്ചിട്ട് നമുക്ക് അതിനോട് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മുടെ തന്നെ കയ്യിലിരുന്ന കുറച്ച് സാധനങ്ങൾ ഗോൾഡ് ഞാൻ പണയം വെച്ചിട്ടുണ്ട്. അപ്പം അതെടുത്താലേ എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളൊരു ടൂർ പോയാൽ കുറച്ച് പൈസ പോവും. അപ്പം എനിക്ക് ആ പണയം എടുക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ ടൂറൊന്നും പ്ലാൻ ചെയ്യാഞ്ഞത്. ഇൻഷാ അല്ലാ ആറ്റാങ്കര അങ്ങനെയൊക്കെ പോയി കുറച്ച് നേർച്ചകളും കാര്യമൊക്കെ ഉണ്ട്. അപ്പം അതിന് ശേഷം ഈ ടൂറിനൊക്കെ പോകണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. തൻ്റെ ഫാമിലി മാത്രം നിങ്ങളോട് അടുപ്പമുള്ളോ? അസിൻ്റെ വീട്ടുകാരെ കാണിക്കാറില്ല. ഒരു കുടുംബം ആകുമ്പോൾ 2 ഫാമിലിയും കൂടെ വേണ്ടേ? ഇതിപ്പോൾ ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മളെന്തോ പറയാനാ? ഇവരത്താക്ക് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന് നിൽക്കുന്ന സമയമാണ്. അതായത് ഇവരത്താക്ക് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളൊക്കെ ഉള്ളു. ലീവിന് വന്നു. പക്ഷെ ഞങ്ങളുടെ അത്തായ അമ്മ എന്ന് വെച്ചാൽ അവർക്ക് ഫുൾ ടൈം കടയില്ല. അതുപോലെ അണ്ണൻ്റെ അമ്മ അതായത് സിനിമയ്ക്കൊന്നും വരത്തില്ല. അങ്ങനൊരു എൻ്റെ അത്തായെ പോലെ ഒരു ഫൺ ക്യാരക്ടർ അല്ല, സീരിയസ് ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വരത്തില്ല. അപ്പൊ എങ്ങനെയാണ്
അല്ല അവര് നമ്മളായിട്ട് വഴക്കും പ്രശ്നമൊന്നും ഇല്ല. അമ്മ ഒരു ദിവസം തന്നെ 10-15 തന്നെ വിളിക്കും. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഇല്ലേ മുത്തുമണി? ഇപ്പൊ ഞാൻ പറയല്ലേ, എന്റെ ഞങ്ങളിപ്പോ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരമാണ് അവര്. അപ്പം അവര് കടയും പെങ്ങളെ വീട്ടിൽ തന്നെയാണ് അവര്. രാവിലെ സുബൈക്ക് വന്ന് 9 മണിക്ക് കട അടച്ചിട്ട് പോകുന്നത്. അപ്പോൾ അത്രയും തിരക്കാണ് അവര്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇവിടെ വീഡിയോ വന്ന് അവർ നിൽക്കുന്നത്? അതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. സാലിഹ ഇത്ത, നിങ്ങൾ ഭർത്താവിനെ അണ്ണൻ എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ഇക്ക എന്ന് വിളിച്ചൂടെ? അല്ല, ഞാൻ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് മദ്രസ കുഞ്ഞിലേ കാണുമല്ലേ, അടുത്തടുത്താണ് വീട്. രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ അതിലേ നടന്നു പോകുന്നതും കളിക്കുന്നതും. അതായത് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും മുതിർന്നവരെ അണ്ണൻ എന്നാണ് വിളിച്ച് ശീലിച്ചത്. സ്നേഹിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ അങ്ങനെ വിളിച്ച് ശീലിച്ചത്. ഞങ്ങൾ സ്നേഹമാവുന്നതിന് മുമ്പേ വിളിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് അണ്ണൻ എന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് നിൽക്കാന്ന് വിളി മാറ്റാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അതങ്ങ് ചെയ്ത്, അത്രയേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറെ പേരൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനൊരു 8ാം ക്ലാസ്സിൽ ചെയ്യണ ഒരു 10ലും പഠിക്കുമ്പോഴാണ് നമ്മളൊരു ഈ സ്നേഹമാവുന്നത്. പക്ഷെ അതിനു മുമ്പേ ഈ കൊച്ചിലെ നമ്മൾ ഓർമ്മ വളരുന്ന കാലം തൊട്ട് കാണുമല്ലേ അടുത്തുള്ള വീട്ടിലെ അണ്ണന്മാരെ അണ്ണാന്ന് വിളിച്ച് ശീലിച്ചത് പിന്നെ മാറ്റാൻ പറ്റിയില്ല. വർഷങ്ങളായിട്ടുള്ള ശീലമല്ലേ. ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോൾ ലഞ്ച് ബോക്സ് വീഡിയോ ഇടാറില്ലല്ലോ. അയ്യോ, അതുകൊണ്ടല്ല മുത്തേ, ഇപ്പം ഈ തുണികളും കാര്യങ്ങളൊക്കെ ഇച്ചിരിച്ചേ കൊണ്ടുവന്ന് അടുക്കി പറക്കല്. പിന്നെ ഞാൻ ഈ വീടിനോടൊന്ന് ഇണങ്ങി വരുവാണ്. ഇവിടെ വന്ന് കയറി വെച്ച് മടിയുമായി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് സമയം പെട്ടെന്ന് സ്പീഡിൽ പോകുന്ന പോലെയൊക്കെ തോന്നുക. ഇനി ഒരു ബേബി പ്ലാനിങ് ഉണ്ടോ? ഇപ്പം തൽക്കാലമില്ല. ഹായ് ചേച്ചി, ഒരു ഹായ് തരാമോ? ഹായ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹലോ പൊന്നു എവിടെ? സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പം ഇച്ചിരി തിരക്കായതുകൊണ്ട് ഇപ്പം ഈ കമന്റ് ഇട്ടവരെ ആരും പേര് നമ്മൾ ഇല്ലയോ. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ നിങ്ങളാ ഇട്ട കമന്റ് എന്ന്. നിങ്ങളുടെ ജില്ല ഏതാണെന്ന്? കൊല്ലം ജില്ലയാണ് കേട്ടോ. പിന്നെ സാച്ചി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സാച്ചി എൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ മോളാണ്. അമ്മയുടെ ചേട്ടന് 4 മക്കളാണ്. അത് ഈ 4ാമത്തെ മോളാണ് ഇത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു, ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു സാച്ചി ഇന്ന് പോവുകയാണ്, സാച്ചി ആയിരുന്നു എനിക്ക് തൂത്തും തുടച്ചൊക്കെ തരുന്നതെന്ന് ഞാൻ പറഞ്ഞതിന് കുറേ പേര് പറഞ്ഞു ഇയാൾക്ക് കാശുണ്ടല്ലോ, ഇയാൾക്കൊരു ജോലിക്കാരിയെ നിർത്തിയാൽ എന്താണ്, അങ്ങനെയൊക്കെ ഒത്തിരി കമന്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല. അപ്പൊ ഞാനും ചെയ്യും. അപ്പൊ എന്നോട് സാച്ചി വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കമന്റ് കണ്ട് ഇവർക്കൊക്കെ ഇത് എന്തുവാ, നമ്മള് സ്വന്തം അക്കാടെ വീട്ടിൽ പോയി തൂക്കുകയും തുടക്കുകയും ചെയ്ത ജോലിക്കാരിയാവുന്നു സാച്ചി. അപ്പോഴാണ് ഞാൻ ഈ കമന്റ് ശ്രദ്ധിക്കുന്നത്. സത്യം പറഞ്ഞാൽ സാച്ചി തൂക്കുവാണെങ്കിൽ ഞാൻ അതിന്റെ പുറകെ തുടയ്ക്കാൻ കാണും. ഞാനാ തൂക്കുന്നെങ്കിൽ അതിന്റെ പുറകെ സാച്ചി എടുത്തോണ്ട് വരും തുടയ്ക്കാൻ. അതെ, അത് ഞാൻ പറഞ്ഞിട്ട് ചെയ്യുമല്ലോ. സാച്ചി തന്നെ പറയും, സാലി ചൂലെന്തേ മിറ്റം തൂക്കുന്ന, ഞാൻ മിറ്റം തൂക്കാം എന്ന് പറഞ്ഞ് സാച്ചി അങ്ങ് പോകും. ചിലപ്പോൾ ഞാൻ ആ അടുക്കളയെ അപ്പോൾ കുക്ക് ചെയ്യുമായിരിക്കും അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്വന്തം ഒന്ന് കരുതുന്നിടത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ജോലിക്കാരി ആവുന്നില്ല. ഞാനും അതുപോലെ അമ്മച്ചി വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ ഞാൻ അവിടുത്തെ ജോലിക്കാരി ആവുമോ? അപ്പം നമ്മളിപ്പോൾ കല്യാണം കഴിച്ച് വിട്ടിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പോയി ചെയ്യുന്ന പോലെ ഉള്ളൂ. അനിയത്തിയും ചേട്ടത്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അല്ലാതെ എനിക്കൊരു ജോലിക്കാരിയുടെ ആവശ്യമില്ല. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ ഒരു പീരീഡ്സോ വയ്യായ്മയോ വരുന്ന സമയത്ത് സാധാരണ എനിക്ക് തൂത്തൊക്കെ തരാറുണ്ട്, തുടച്ച് തരാറുണ്ട്, പാത്രം കഴുകി തരാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അണ്ണ ഒന്ന് തൂത്താലും എത്ര വയ്യെങ്കിലും ഞാൻ തലയും കിറിങ്ങി വന്നിട്ട് ഞാൻ അണ്ണനോട് പറയും, അണ്ണ മുക്കും മൂലയൊന്നും തൂത്തില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ചെയ്യുന്ന സാധനം ഞാൻ ചെയ്താലേ തൃപ്തി വരുമെന്നുള്ള ഒരാളാണ് ഞാൻ. പലർക്കും പല സ്വഭാവമല്ലേ. അപ്പോൾ ഞാൻ പറയാം അണ്ണ മുക്കും മൂലയും ചേർത്ത് തൂത്തില്ല. അപ്പോൾ ഇയാളെ പറയണ്ട നീ തൂര് എന്ന് പറഞ്ഞ് എന്നെ ഓരോന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഒരു ജോലിക്കാരിയെ നിർത്തിയാലും നിങ്ങൾക്ക് പൈസ ഇല്ലേ എന്ന് ചോദിച്ചു കുറേ പേര്. ഇയാൾക്ക് പൈസ ഉണ്ടല്ലോ. അൽഹംദുലില്ലാ ഉണ്ട്, ഇല്ലെന്ന് പറയല്ല, ഉണ്ട്. ഉള്ള കാര്യം നമ്മൾ ഉള്ളതെന്ന് തന്നെ പറയണം, ഇല്ലെന്ന് പറയല്ലേ. അപ്പോൾ ഉണ്ട്. പക്ഷേ എനിക്കൊരു ജോലിക്കാരിയെ നിർത്തേണ്ട ജോലി എൻ്റെ വീട്ടിൽ ഇല്ല. എനിക്ക് തന്നെ ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. ഞാൻ ഇതെല്ലാം ചെയ്ത് എൻ്റെ മക്കളുടെ കാര്യം നോക്കിയിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. എല്ലാം എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ മുത്തുമണീസ്. പിന്നെ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ എൻ്റെ വീട്ടിൽ തൂക്കുന്നതും അടുക്കി പറക്കുന്നതും ഞാനാണ്. എൻ്റെ അമ്മ എന്നെ അടുക്കിപ്പറക്കുകാരി എന്ന് വിളിക്കാറുണ്ട്. അപ്പം കൊച്ചിലേ ഞാൻ ചെയ്ത സാധനങ്ങൾ എനിക്കിപ്പോഴും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പെട്ടെന്നൊരു സുപ്രഭാതി ഞാൻ യൂട്യൂബറായി, എനിക്ക് പൈസ വന്നു, എന്നാലും എൻ്റെ സ്വഭാവം മാറുമോ? ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തേ പറ്റൂ. ഒരു ജോലിക്കാരി വന്ന് എനിക്ക് തൂത്തു ഉടച്ച് തന്നാലും ഞാൻ ചിലപ്പോൾ അവർ പോയതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ശരിയാവില്ല, ഞാൻ തന്നെ ചെയ്യും. അപ്പം എനിക്ക് തന്നെ ചെയ്താൽ പോരെ, എന്തിനാ എനിക്ക് വേറൊരാളാവശ്യം? എനിക്കിതൊന്നും വലിയൊരു ജോലിയല്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുമില്ല കേട്ടോ. കുറേ ബാഡ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഞാനപ്പം വിചാരിച്ചു എത്ര പേർക്കെന്നും പറഞ്ഞ് ഞാൻ റിപ്ലൈ കൊടുക്കും. കാരണം ഒരു നല്ല കാര്യം ഉണ്ടെങ്കിൽ പന്നലുമായിട്ടും ചിന്തിക്കാം, നല്ലതായിട്ട് കുറച്ച് വേറെ മൈൻഡ് സെറ്റാണ് പന്നലായിട്ട് എടുക്കുന്നത്.
ഞാനിതിപ്പോൾ എല്ലാം സെർച്ച് ചെയ്ത് 131 കമൻറ്റിൽ ഏകദേശം ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു 20-25 പേര് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പറയാനുള്ളതൊക്കെ പറഞ്ഞ് തീർത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളൂ, വേറൊന്നും ഇല്ല. മുമ്പ് താമസിച്ച വീട് മിസ് ചെയ്യുന്നുണ്ടോ, ജോലിയുടെ കാര്യം, അനിയൻ്റെ കാര്യം, പാലിയാച്ചിൻ്റെ കാര്യം, അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പം നമുക്ക് ചേച്ചിയുടെ നിക് നെയിം എന്താണെന്ന് അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട് മുത്തുമണീസ്. എന്നെ എല്ലാവരും എൻ്റെ പേര് സാലിഹ എന്നാണ്, സാലി 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 എന്ന് വിളിക്കും. എൻ്റെ അനിയനെ ഇത് തന്നെയാണ് വിളിക്കുന്നത്, സാലി സാലി സാലി. മന്ദബുദ്ധി എന്നൊക്കെ വിളിക്കാറുണ്ട്. എൻ്റെ അത്ത ചിലപ്പോൾ സാലി സാലി എന്ന് വിളിച്ചാൽ എന്നെ വിളിക്കാം, അവനെ വിളിക്കാം. സാലി എന്നാണ് ഇനി എല്ലാവരും സ്നേഹമുള്ളവരൊക്കെ സാലി എന്ന് വിളിക്കുന്നത്. സാലിഹ. ഫാമിലി മാത്രമേ നിങ്ങളോട് അടുപ്പമുള്ളൂ, ഹസ്ബൻഡിന്റെ വീട്ടുകാരെ. ഇത് വായിച്ചോ? ഞാൻ വായിച്ചു, അതിനുള്ള മറുപടി നേരത്തെ കൊടുത്തത്. നിക്ക് ഞാനൊന്ന് വായിച്ചോട്ടെ. ഹസ്ബൻഡിന്റെ ഒരു കുടുംബമാകുമ്പോൾ രണ്ടുപേരും വേണോന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞ ഞാൻ വായിച്ചിട്ട് മറുപടി പറഞ്ഞല്ലോ. ഇതിൽ എത്ര സെന്റ് സ്ഥലമുണ്ട്? ഞങ്ങൾക്ക് 12 സെന്റ് സ്ഥലമാണ്. വീട് പണിഞ്ഞതിൽ കടമുണ്ടോന്ന്? കടം ഇല്ല. എനിക്ക് എൻ്റെ ഇച്ചിരി സാധനങ്ങൾ, പൊന്നൂസിന്റെ ഇച്ചിരി സാധനങ്ങളും പണയമുണ്ട്, അതേ ഉള്ളൂ ഞങ്ങൾക്ക്. അത് ഞങ്ങളുടെയാണ്. വേറൊരാളോട് നമുക്ക് മറുപടി പറയണ്ടല്ലോ. യൂട്യൂബ് വരുമാനം കൊണ്ടാണോ നിങ്ങൾ വീട് വെച്ചതെന്ന്? ആണോ അണ്ണേ? അത് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യൂട്യൂബിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവസാന നിമിഷം കുറച്ച് ചിലവാക്കിയിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ ഇതിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ സത്യം പറഞ്ഞാൽ അല്ലേ ഞങ്ങളെ വീട് എൻ്റെ പെങ്ങൾക്ക് കൊടുത്ത ഓഹരിയും പിന്നെ ബാക്കി ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസ കൊണ്ടാ വസ്തുവും മേടിച്ചത്. ബാക്കി 80% അവസാന നിമിഷം ഞാൻ ഈ പറഞ്ഞ പോലെ അവസാന നിമിഷം യൂട്യൂബിന്റെ പൈസ ഞങ്ങൾ ഈ വീടിന് എടുത്തിട്ടുണ്ട്. പക്ഷെ ആദ്യം ഒന്നും ഇല്ല കേട്ടോ. അവസാന നിമിഷങ്ങളിൽ നമ്മുടെ യൂട്യൂബിന്റെ വരുമാനവും ഞങ്ങളുടെ പല സാധനങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ ആദ്യം തൊട്ടേ ഉള്ളതൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇതിൽ കോമൺ ആയിട്ടുള്ള ഈ അണ്ണൻ പറയുന്ന പോലെ 100 സംതിങ് കമന്റ് വന്നതിൽ ഇതിൽ പകുതി മുക്കാൽ കമന്റുകളും രണ്ടും ഒരുപോലുള്ള കമന്റുകളാണ്. പിന്നെ കോമൺ ആയിട്ട് കാരണം എല്ലാവർക്കും അറിയേണ്ടത് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് മതിയല്ലോ. എല്ലാവരും കോമൺ ആയിട്ട് ചോദിച്ചേക്കുന്നത് ഈ പുള്ളിയുടെ വീട്ടുകാരുടെ കാര്യവും പുള്ളിയുടെ പെങ്ങടെ കാര്യമാണ്. പെങ്ങടെ കാര്യം സത്യം പറഞ്ഞാൽ ഇതാണ് കാര്യം. അണ്ണൻ കാറിൽ അണ്ണന്റെ വീടും എന്റെ വീടും അടുത്തടുത്താണല്ലോ. അപ്പൊ കുടുംബത്തിൽ പെങ്ങൾ തലേന്നേ ഉണ്ടായിരുന്നു. ഞങ്ങള് 4-4:15 ഇവിടെ എത്തി. ഞങ്ങള് ഇവിടുന്ന് ഒരു 2-2.5 കിലോമീറ്റർ ദൂരമുണ്ട് ഇവരുടെ വീടും ഞങ്ങളെ വീടും. എന്റെ അത്തയമ്മ സ്കൂട്ടി, ആ വെളുപ്പാങ്കാല സമയത്ത് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയി വിളിക്കണം. അപ്പൊ ഇവർ അത്തായ അമ്മായി വിളിച്ചതിന് ശേഷം വീട്ടിൽ പോയപ്പോഴും ഇവർ ഉറക്കം എണ്ണിച്ചതേ ഉള്ളൂ. കാരണം ഏകദേശം ഒരു 15 മിനിറ്റേ ഉള്ളൂ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അതിന്റെ അകത്ത് കയറി ബാങ്ക് വിളിക്കുന്നതിന്റെ കൂടെ ഉസ്താദ് വിളിക്കണം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ വരും എന്ന് ലേറ്റ് ആകും എന്നുള്ള കാരണം കൊണ്ടാണ് ഞങ്ങൾ അണ്ണനെ പെങ്ങൾ അന്നേരം ഇപ്പഴാ ഉറങ്ങിയെന്ന് അണ്ണന്റെ അമ്മ പറഞ്ഞു. അപ്പൊ അണ്ണൻ പറഞ്ഞു എങ്കിൽ ശരി അവർ പിന്നെ വന്നാ മതി. എനിക്ക് പരാതിയില്ല. നിങ്ങൾ ഈ പരാതി ചിന്തിക്കുന്നവർ കൂട്ടി എനിക്ക് പരാതിയും പരിഭവമൊന്നുമില്ല, ഞങ്ങളുള്ള ആളുമല്ല. അപ്പൊ അവര് ഞാൻ തന്നെയാണ് പറഞ്ഞത് എനിക്ക് സമയമില്ല, കാരണം ഞാൻ ഇവിടെ എത്തണമല്ലോ. അണ്ണൻ അന്നേരം കാഷ്വൽ ആയിട്ട് കളഞ്ഞിട്ട് അത്തായ അമ്മായും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ടാണ് ഹൗസ് വാമിങ് വീഡിയോയില് അക്ക ഇല്ലാഞ്ഞത്. പിന്നെ നമ്മുടെ ബന്ധുക്കളെല്ലാം വന്നതിന് കുറച്ച് മുമ്പാണ് അക്കായും കുഞ്ഞുങ്ങളും കുളിച്ചൊക്കെ വന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വീട്ടിൽ ഭയങ്കര തിരക്കായി പോയി. ആ സമയത്ത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല, കാരണം നിങ്ങൾ തന്നെ ഞങ്ങളെ സത്യം പറഞ്ഞ ആ വീഡിയോയില് സത്യം പറഞ്ഞ എന്റെ പെങ്ങളെ മോന്റെ കയ്യിലും സാക്ഷിയുടെ കയ്യിലും ഈ ഫോൺ ഏൽപ്പിച്ചത് കൊണ്ടാണ് അത്ര കിട്ടിയത്. കാരണം ഉച്ച കഴിഞ്ഞപ്പോ അത്രക്ക് തിരക്കായിരുന്നു, ഞങ്ങൾക്ക് സമയമില്ല. അത് എഡിറ്റ് ചെയ്ത് ഞാൻ ഇടാഞ്ഞെന്ന് വെച്ചാല് ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ ആള് കൂടിയപ്പോ ആൾക്കാർ നിന്നുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിന്നുകൊണ്ട് ആൾക്കാർ ഫുഡ് കഴിച്ചപ്പോൾ അതൊക്കെ വീഡിയോ ഇട്ടാൽ നാളെ ഒരു നെഗറ്റീവ് വരും. അത്രയ്ക്ക് തിരക്ക് വന്നു. നമുക്കല്ല അത്രയും തിരക്കിനിടയ്ക്ക് ഞങ്ങൾ ഫോൺ പിടിച്ചോണ്ട് നിൽക്കാൻ ആൾക്കാർ പിന്നെ വേറെ എന്തെങ്കിലും പറയില്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഫോൺ സാച്ചിയുടെ കയ്യിലും ഒരു ഫോൺ പെങ്ങടെ മോന്റെ കയ്യിലും അപ്പൂസിന്റെ കയ്യിലും കൊടുത്തു. അവരെടുത്തു തന്ന വീഡിയോസ് ആണ് ഞാൻ പിന്നീട് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പൊ അവരാണ് കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്ത് തന്നത് തന്നെ. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു വിഷമം വന്നു. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയമാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ കൂട്ടുകാരികളെ ഒന്നും ഞാൻ ഈ വീഡിയോ എടുത്തിട്ടില്ല. ഇല്ലേ അണ്ണേ? സത്യം പറഞ്ഞാ ഇതിനെ കുറിച്ച് ഒരു ഓർമ്മയില്ലായിരുന്നു. വീഡിയോ എടുക്കണം എന്നുള്ള ഇതേ ഇല്ലായിരുന്നു.
അത് നമ്മൾ ആദ്യം അവരെ ഏൽപ്പിച്ചുകൊണ്ട് അത്രയും കിട്ടി. പിന്നെ രാത്രിത്തെ വീഡിയോസ് ഉണ്ടായിരുന്നു. രാത്രി എന്ന് പറഞ്ഞാല് ഈ പറയുന്ന പോലെ എന്റെ കൂട്ടുകാരികളൊക്കെ പൊഴിഞ്ഞാണ് ഹസ്ബൻഡും ഒക്കെ ആയിട്ട് വന്നത്. അന്നേരം അല്ല ഞാൻ ഇവിടെ എത്തി സംസാരിക്കും, ഫുഡ് കൊടുക്കും, അവിടെ ഓടും ഇവിടെ ഓടും, അങ്ങനെ ഒരു 12 മണിക്കും ഒരു 3 മണിക്കും ഇടയ്ക്ക് ഇവിടെ തിരിയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ടൈമില് ആ സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ ഈ വൈകുന്നേരവും പിന്നെ ഞാൻ ഓർത്തില്ല, ഈ ഫോൺ അപ്പൂസും സാച്ചിയും കൊണ്ട് തരുന്നു, അലമാരി വെക്കുന്നു, പിന്നെ ഞാൻ അങ്ങനെയാ ഇപ്പം വരുമ്പോ എല്ലാരും കൂടെ. പിന്നെ എനിക്കൊരു വിഷമമായി, എന്നാലും ഇത്രയും കൂട്ടുകാരികൾ വന്നിട്ട് ഒരാളെ പോലും വീഡിയോ ഇട്ടില്ലല്ലോ. എന്നാലും ഞാൻ അത് കാരണം ഞാൻ അവരെ വീഡിയോ എടുക്കാൻ പറ്റുന്ന സമയത്ത് പല നാട്ടുകാർ വരുവാണ്, ബന്ധുക്കാർ, അവരെ മൈൻഡ് ചെയ്തില്ല എന്നുള്ള പരാതി വരും. അതുകൊണ്ട് ഈ ഫോണെ ഞാൻ കൈകൊണ്ട് തൊട്ടില്ല, അവരുടെ കയ്യിൽ കൊടുത്തു. ഇവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സങ്കടം തോന്നി, അവരാരും വീഡിയോയിൽ ഇല്ല എന്നുള്ളൊരു വിഷമം. പിന്നെ മനുഷ്യൻ രാവിലെ ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് പറ്റിയത് 5-6 മണിയായപ്പോഴാണ്. ഒരുപാട് ഫ്രണ്ട്സ് രാത്രി എനിക്ക് എടുത്തില്ല, കിളി പോയി തല ഇറങ്ങുമായിരുന്നു. കാരണം വരുന്നവരും പോകുന്നവരൊക്കെ ചിരിക്കും കാണിക്കണം കഴിയില്ല. അതിന്റെ ഇടയിൽ ഞാൻ മിണ്ടിയില്ല എന്നൊക്കെ ഒരു പരാതിയൊക്കെ വന്നു. ഞാൻ ഓടി നടന്നാ മിണ്ടുന്നത്. ആ പാലാച്ചി നടത്തിയവർക്ക് അതിന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവും. കല്യാണം ആണെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കെട്ടിയൊരുങ്ങി നിന്ന ഇത് അങ്ങനെയല്ല. ഇതിപ്പോ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതുമല്ല 10 മണി വരെ ഇവിടെ ആള് തിരക്കായിരുന്നു. അതിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് കിടന്നാൽ മതി. കാരണം എന്ന് വെച്ചാൽ തലേന്ന് ദിവസം ഉറക്കം കിട്ടിയില്ല. ആ ഉറക്കം കിട്ടാത്തയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെളുപ്പാങ്കാലം 3 മണിക്ക് എണ്ണിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ല, തലേന്നും കിട്ടിയില്ല. ഇവിടെ തുടച്ചൊക്കെ ഇട്ട് ഒരു 1-1.5 മണിയാകുമ്പോഴാണ് നമ്മൾ പോകുന്നത്. എന്തായാലും കുഴപ്പമില്ല, എങ്ങനെ അൽഹംദുലില്ലാഹ്. എന്റെ ഒരു രാത്രി 3 കൂട്ടുകാരികൾ വന്നപ്പോ ഞാൻ പറഞ്ഞ, എടി ഇവിടെ ചെറിയൊരു പരാതിയായിരുന്നു, ഞാൻ ആരോടോ ഒരാളോട് മിണ്ടിയില്ല, അവർക്ക് കെറുവായി എന്ന് ഇങ്ങനെ പറഞ്ഞെന്ന്. അപ്പൊ ഞാൻ ഈ ജനത്തിരക്കിനിടയിൽ അപ്പൊ ഉടനെ എന്റെ കൂട്ടുകാരികൾ, നീ മിണ്ടിയില്ലെന്നോ? ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ എന്റെ ഈ സ്വഭാവം കലപില അലയ്ക്കുന്ന ഒരാളാണ്. 35 കിലോമീറ്റർ അപ്പം വിട്ട് കാണാതെയോ ഇങ്ങനെ പോയതായി. ഒരിക്കലും ഞാൻ വേണോന്ന് വെച്ചാൽ ആരോടും, ഈ അണ്ണൻ തന്നെ പറയാറ്, നീയോ? കാരണം എൻ്റെ ഒരു സ്വഭാവം അതാണ്. ഞാൻ ഇങ്ങനെ എല്ലാവരോടും നടന്നൊരു മിണ്ടുന്ന ഒരാൾ. അന്നത്തെ ദിവസം ഞാൻ തളർന്നു കേട്ടോ തോന്നി. പിന്നെ വലിയൊരു സന്തോഷം, പടച്ചോൻ നല്ല രീതിയെല്ലാം നടത്തി തന്നു മുത്തുമണീസ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതാണ് നിങ്ങൾ ഈ ചോദിച്ചതിനൊക്കെയുള്ള ആൻസർ കേട്ടോ. അണ്ണൻ്റെ അത്തായമ്മയും ഒരു സീരിയസ് ക്യാരക്ടറാണ്. പിന്നെ അമ്മ ഞാൻ വീഡിയോ എടുത്താലൊക്കെ ഒന്നും പറയത്തില്ല, പക്ഷെ ഇപ്പം കടയിലാണ്, അവരെ ഒന്നും കാണാൻ പോലും കിട്ടാറില്ല. എൻ്റെ അത്ത ഭയങ്കര ഫണ്ണാണ്. അമ്മ വീഡിയോ നിൽക്കാൻ കുഴപ്പമില്ല. അത്ത ഇങ്ങോട്ട് പറയും, മക്കളെ അത്തായ വീഡിയോ പിടി, ഇങ്ങനെ നിൽക്കും. പാൻറ് ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് അത്തായ വീഡിയോ പിടി. എന്നിട്ട് ഇന്നലെ മനുഷ്യ ഷർട്ടിൽ ചെറിയൊരു ചുളുക്കം, വീഡിയോയിലുള്ളവരൊക്കെ എന്തെങ്കിലും പറയുമോ? അങ്ങനെ ഒരു ഫൺ ക്യാരക്ടറാണ്. അപ്പം അത് നമുക്ക് വീഡിയോ എടുക്കാൻ കൂടുതൽ തോന്നും. പിന്നെ അത്തായ അമ്മ ഇപ്പോൾ വീട്ടിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ടായിരിക്കും ഓടുന്നത്. അണ്ണൻ്റെ അത്തായമ്മയൊക്കെ 9 മണിക്കൊക്കെയാണ് കടയിൽ നിന്നൊക്കെ വീട്ടിൽ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എല്ലാവരോടും ഞങ്ങൾക്ക് സ്നേഹമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പം മുത്തുമണീസ്, പിന്നെ അണ്ണൻ്റെ അത്തായമ്മ സിനിമയ്ക്കൊന്നും വരത്തില്ല, ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ അത്തായമ്മ വരും. അതുകൊണ്ടാണ് ഞങ്ങളും പിന്നെ അങ്ങനത്തെ ഒരു ടീമാണല്ലോ, അടിച്ചുപൊളി ക്യാരക്ടറുകളായതുകൊണ്ട് സിനിമയ്ക്ക് പോകുമ്പോഴൊക്കെ അത്തായമ്മയാണ് കൂടെ. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ്, അല്ല വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ അവരൊക്കെ തന്നെയല്ലേ കാണുന്നത്, വലിയ എണ്ണ. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ആൻസർ തന്നെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തരാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു ഇത്. വേറെ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം കല്യാണത്തിന് പോകുന്ന തിരക്കൊക്കെയാണ്. അപ്പൊ ലവ് യു ഉമ്മ, എല്ലാവർക്കും ഉമ്മ. എന്റെ പൊന്നൂസിനെ മോനോട്ടന്റെ ഭാഗം ഉമ്മ. അപ്പം എല്ലാരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പം എന്റെ സൗണ്ടൊക്കെ തിരിച്ചിട്ടിട്ട് ഞാൻ അടിപൊളി ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ.